രാവിലെ എണീച്ചു പല്ല് തേച്ച് മുഖം കഴുകി നമ്മുടെ തന്നെ നാച്ചുറലായിട്ടുള്ള ഫേസ് വാഷ് പൗഡർ കൊണ്ടാണ് ഞാൻ മുഖം കഴുകുന്നത്. അതിൽ ചേർത്തിരിക്കുന്ന ഘടകങ്ങളെല്ലാം കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ തന്നെ ലിപ് ബാം ഉണ്ട് കേട്ടോ, ചുണ്ടിന് കെയർ ചെയ്യാനുള്ള എല്ലാം ഓർഗാനിക്കായിട്ടുള്ള. അപ്പം അതെല്ലാം കൊണ്ട് ഒരു പൊട്ടൊക്കെ കുത്തി ഒരുങ്ങി എന്നാലാണ് നമുക്കൊരു സന്തോഷം, ഒരു സമാധാനം. ഇതിൽ ഞാൻ രാമച്ചം, ചന്ദനം, ആര്യവേപ്പ്, ഇരട്ടി മധുരം, ഓറഞ്ച് പീൽ പൗഡർ, റോസാപ്പൂക്കളുടെ പൗഡർ, പയറുപൊടി, കടലപ്പൊടി, കോലരക്ക്, ഞവരയരി, റീത്തക്കായ, കച്ചോലം, മാതള നാരങ്ങ പൗഡർ, ജവാദ് പൗഡർ, ചീവയ്ക്ക, മഞ്ചിഷ്ട, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ്. മിക്ക സാധനം തന്നെ വയനാട്ടിൽ കിട്ടും കേട്ടോ. ഇതുപോലെ ആയുർവേദ മരുന്നുകൾ പൊടിക്കുന്ന ഒരു നല്ല മനുഷ്യരുണ്ട്, അവരുടെ മില്ലിൽ നിന്നാണ് ഞാൻ പൊടികളൊക്കെ മേടിക്കുന്നത്. പിന്നെ കുറേ സാധനങ്ങൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി നമ്മൾ തന്നെ ഞവരേരിയും പയറുപൊടിയും കടലപ്പൊടിയും അങ്ങനെയെല്ലാം നമ്മൾ തന്നെ റെഡിയാക്കും. പിന്നെ രക്താന്തനമൊക്കെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമ്മളുടെ അടുത്തുള്ളത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ പൗഡർ ഉപയോഗിക്കുന്നത്. അടിപൊളിയാണ്, നിങ്ങൾ മേടിച്ച് നോക്കിക്കോളൂ. ഞാനിപ്പോൾ ലോങ് ടൈമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇത് ഉപയോഗിക്കും. പിന്നെ ഞാൻ അല്ലാതെ ഞാൻ ഫേസ് വാഷായിട്ട് ഉപയോഗിക്കുന്നത് പ്ലമ്മിൻ്റെ ആണ് കേട്ടോ. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് മേടിക്കും. പിന്നെ ഇത് ഉപയോഗിക്കും. ഒരു നേരം അതാണെങ്കിൽ ഒരു നേരം ഇത്, ആ ഒരു രീതിക്ക്. ചിലപ്പോൾ 2 നേരം രാവിലെ വൈകുന്നേരം ഈ പൗഡർ കൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊരു സ്ക്രബിങ് എഫക്റ്റും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പൗഡർ. ഇതിന് നടുക്കൊരു തുളയുണ്ട്, തുളയ്ക്കാനൊരു ഏരിയ ഉണ്ട്. അത് ഒരു കമ്പി അങ്ങനെ ഒരു ചൂടാക്കിയിട്ട് ഒരു കുത്തു കൊടുത്താൽ തുളയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ അടഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ കത്തി കൊണ്ട് സൂക്ഷിച്ച് കൈ മുറിയാതെ ചെയ്തെടുക്കുക. ഇപ്പം തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ. നമ്മുടെ കുഞ്ഞുവാവയോട് ഇന്നലെ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റുകളെല്ലാം ഒന്ന് മാറ്റി വിരിക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആകെ വിരിച്ചേക്കണത് കണ്ടപ്പോൾ പുതയ്ക്കുന്നത് മാത്രം. അപ്പോഴത്തേക്ക് ക്ഷീണിച്ച് പോയി തോന്നുന്നു, ദാ കിടന്നുറങ്ങണു. ഇന്ന് ഞാനതെല്ലാം മാറ്റി വിരിക്കും. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് പൗഡർ നാച്ചുറൽ ആയിട്ടുള്ള ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പലതരം ഗുണം കിട്ടും കേട്ടോ. സ്കിൻ ടോണൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആകും, ഡെഡ് സെല്ലെല്ലാം മാറി കിട്ടും. മുഖക്കുരു വന്നിട്ട് ഉണങ്ങി കറുത്ത മാർക്ക് പോലെ ഇരിക്കുന്ന ഭാഗത്തെ ഡെഡ് സെല്ലുകളില്ല, അതെല്ലാം മാറി നിറം മങ്ങി തുടങ്ങി കറുത്തിരുണ്ടിരിക്കുന്ന മുഖക്കുരു പാടൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ സ്കിൻ ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം കെമിക്കൽ ഫേസ് വാഷുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം പോലും സ്കിന്ന് സാഗ് ആകുക അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമാണ്. അതൊന്നും ഇതിൽ വരികയില്ല. സ്കിന്നൊന്ന് സ്മൂത്തായിട്ട് ഡെഡ് സെല്ലൊക്കെ ഒന്ന് മാറി ഒരു ഗ്ലോ കൂടാൻ ഇത്തരം നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷുകൾ സഹായിക്കും. നമ്മുടെ ഇവിടുത്തെ പൂച്ചക്കുഞ്ഞ് മിയയ്ക്ക് തീറ്റ കൊടുക്കുന്നതിൽ കൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ എല്ലാ ദിവസവും രാവിലെ ആരംഭിക്കുന്നത്. കുറച്ച് നേരം അവളുടെ കൂടെ നിൽക്കും, അതിനുശേഷം തീറ്റയൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് അവളെ അധികം കൊണ്ടുവരാറില്ല കേട്ടോ. വല്ലപ്പോഴും നമ്മൾ മുറ്റത്തിറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരും. ഇവൾക്ക് ഈ ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസി മാത്രമാണ് താഴേക്ക് കൊണ്ടുവരുള്ളൂ. അല്ലെങ്കിൽ ഇത് മുറ്റത്തോടെയൊക്കെ ഇറങ്ങി ഇതിലെങ്കിലും പോയാൽ പിന്നെ അങ്ങനെ പോകും. മറ്റു പൂച്ചകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വീണ്ടും ഉള്ളിലേക്ക് നമ്മൾ അങ്ങനെ നടത്താറില്ല കേട്ടോ. അപ്പം ഈ ഒരു ഏരിയ അവൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ വീണ്ടും ബാക്ക് സൈഡാണിത്. നിറയെ വൃക്ഷങ്ങൾ, നല്ല രസമാണ്. രാവിലെയൊക്കെ ഭയങ്കര ശുദ്ധമായ എയറൊക്കെ കിട്ടുന്ന നിറച്ച് വീടുകളുണ്ട് കേട്ടോ ഇതിൻ്റെ ചുറ്റും. നമുക്ക് ഒത്തിരി അയൽവക്കമുണ്ട് ചുറ്റും. അത് കാണാത്ത കേട്ടോ, ചെറിയ ചെറിയ നിറയെ വീടുകൾ ഇതിൻ്റെ ചുറ്റുമുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ രാവിലെ കുറച്ച് നേരം ഇവിടെയൊക്കെ നോക്കി നിന്ന്, സാധാരണ ഞാനൊരു 4 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് അന്നേരം ഒന്നും ഇങ്ങനെ വരില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇച്ചിരി ലേറ്റായി എണീച്ചത് കൊണ്ട് എനിക്കിപ്പം ഇതെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇനി നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് രാവിലെ ഞാൻ ഇവിടുന്ന് താഴേക്ക് പോകും. ഇവിടെ മുതൽ എൻ്റെ ഒരു ദിവസം ആരംഭിക്കാകും. അപ്പോൾ മിയക്കുട്ടി ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എല്ലാം അഡ്ജസ്റ്റായി. അവൾ അവിടെ ഇവിടെയൊന്നും അപ്പിയിടൊന്നുമില്ല. നമ്മളവിടെ ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ മാത്രം അപ്പിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിൽ വെള്ളം, ആ ഒരു സാധനമില്ലേ, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അത് ഇട്ടേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വൃത്തിയായിട്ടിരുന്നോളൂ. അവൾക്കിപ്പോൾ എൻ്റെ കൂടെ താഴേക്ക് പോകണം, പക്ഷേ ഞാൻ ഇവിടെ താഴേക്ക് കൊണ്ടുവരില്ല. ചൂടുവെള്ളം കുടിക്കണം. അപ്പോൾ ചൂടുവെള്ളം കുടിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ ഒരു കഥ പറയാം കേട്ടോ. കഥയല്ല, ഒരു സംഭവം തന്നെ ഇത് പറയാം. ജനിച്ചു വളർന്ന വീടെന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രാമപ്രദേശത്താണ് കേട്ടോ. അപ്പം നിറയെ ഒത്തിരി സ്ഥലമുണ്ട്, നമുക്ക് വയലുണ്ട്, സ്ഥലമുണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട്. കാപ്പി, കുരുമുളക്, ഏലം, പുളി എന്ന് വേണ്ട എല്ലാത്തരം സാധനങ്ങളും ഉണ്ട്. കപ്പ, ചേന, ചേമ്പ്, നെല്ല് എല്ലാം ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പുറമേന്ന് മേടിക്കേണ്ടാത്തതുകൊണ്ട്, പിന്നെ ആ കാലഘട്ടമല്ലേ, ഇത്രയും വർഷങ്ങൾ പുറകോട്ടാകുമ്പോൾ ഒട്ടും മായം ചേരാത്ത സാധനങ്ങൾ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെയാണ്. തേങ്ങയും എല്ലാം നമ്മുടെ പറമ്പിൽ തന്നെയുള്ള തേങ്ങ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ എല്ലാം ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ കഴിച്ചിട്ടാണ് വളർന്നത്. ഒത്തിരി ഇങ്ങനെ ആർഭാട് ലൈഫൊന്നുമല്ല. നമ്മുടെ സ്ഥലത്ത് തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ അതെല്ലാം ആണ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഭക്ഷണവും കാര്യങ്ങളും ലൈഫും ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ ജനിച്ചതും വളർന്നതും. ആ ഒരു ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്ന വീട്ടിലാണെങ്കിൽ സ്ഥലമുണ്ട്, അത്യാവശ്യ സാധനങ്ങളുള്ള സ്ഥലത്തിൻ്റെ അത്രയും കാർഷിക വിളകളൊന്നും ഇല്ലെങ്കിലും ഒത്തിരി സാധനങ്ങൾ ഇവർക്കും ഉണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിലുള്ളത്. അപ്പോൾ അവിടെ തേങ്ങയും തെങ്ങും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയും തേങ്ങയും അരച്ച് അങ്ങനെയാണ് നമ്മൾ കറികളെല്ലാം വെക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ 10-21 കൊല്ലം നമുക്ക് ഇതെല്ലാം കഴിച്ച് വളർന്നുകൊണ്ട് നമുക്ക് ഈ ശുദ്ധമായ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം.
അതിനുശേഷം പിന്നെ ജോലിയായി, ഗൾഫ് ജീവിതമായി, ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി ദുരിതങ്ങളായി, സങ്കടങ്ങളായി. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 10-15 വർഷങ്ങൾ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന് നമ്മൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ആണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ സാധനങ്ങളെല്ലാം എവിടെ നിന്ന് മേടിക്കും, എന്ത് മേടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇവിടെ ഒത്തിരി നമുക്ക് സ്ഥലമില്ല കേട്ടോ. അപ്പം അങ്ങനെ തേങ്ങയൊക്കെ ആവശ്യത്തിനുണ്ട്, എന്നാലും നമുക്ക് ആട്ടിക്കാനുള്ള മാത്രം സ്ഥലമൊന്നും, ആട്ടിക്കാനുള്ള തേങ്ങ അത്രയൊന്നും കിട്ടത്തില്ല. കൊപ്രയാക്കാനുള്ള, അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ കിട്ടും, എന്നാലും കുറച്ച് തേങ്ങയൊക്കെ നമ്മൾ പുറമേ നിന്ന് മേടിക്കും. ആ രീതിയിലാണ്. അപ്പോൾ ഈ കുള്ള തെങ്ങുകൾ ഒത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ സ്ഥലത്ത്. അതെല്ലാം കാച്ചി വെക്കുന്ന ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ പിന്നെ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ കുക്കിങ്ങിന് ഉപയോഗിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ ഞാൻ അധികവും ഒലിവ് ഓയിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഒത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആകുമ്പോൾ വിലയും കുറവാണ്, കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള നല്ല സാധനം കിട്ടുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ മതി കുക്കിങ്ങിന് ഉദ്ദേശിച്ചിട്ട്, വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ ഇവിടെ കിട്ടുമെന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ ഇതൊരു ഗ്രാമപ്രദേശം പോലെ തന്നെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഇങ്ങനെ ചക്കിലാട്ടി വെളിച്ചെണ്ണ കിട്ടുന്ന സ്ഥലങ്ങളാണ്. മുട്ടിനുണ്ട് അങ്ങനത്തെ ചക്കിലാട്ടി വെളിച്ചെണ്ണ കൊടുക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അതിൽ ജെനുവിൻ എന്ന് തോന്നുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ പിന്നെ ഇങ്ങനെ ചക്കിലാട്ടി വെളിച്ചെണ്ണ മേടിക്കാൻ തുടങ്ങി. അപ്പം പക്ഷേ ഇത്രയും വർഷങ്ങൾ നമ്മൾ നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സംതിങ് റോങ് എന്ന് ആദ്യം മുതലേ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനൊരു ടേസ്റ്റ് വരുന്നില്ലല്ലോ, കറികൾക്ക് ഒരു ടേസ്റ്റ് വരുന്നില്ല, പ്ലസ് ഇത് കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരുന്നില്ല, വെളിച്ചെണ്ണയായ ഒരു മണം വരുന്നില്ല, പിന്നെ എപ്പോഴും അത് ഉറയ്ക്കുന്നില്ല, ഏത് തണുപ്പത്തും അത് നല്ല ഓയിലായിട്ട് തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ച് തണുപ്പടിക്കുമ്പോഴത്തേക്കും അത് ഉറയ്ക്കും. എന്നിട്ട് നമ്മൾ ഒന്നെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് വെക്കും, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അടുപ്പിൻ്റെ അടുത്ത് വെച്ച് അതൊന്ന് ഉരുക്കും, അല്ലെങ്കിൽ പുറത്ത് കൊണ്ട് വെയിലത്ത് വെച്ച് ഉരുക്കും. അങ്ങനെയൊക്കെ എനിക്കതെല്ലാം നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇതെന്താണ് ഇത്രയും തണുപ്പത്ത്, വയനാട്ടിലെ തണുപ്പത്ത് പോലും ഇതൊന്നും ഉറയ്ക്കുന്ന പോലും ഇല്ലല്ലോ, ഡിസംബർ നവംബറിൽ പോലും ഇത് ഉറയ്ക്കത്തില്ല. അതൊക്കെ എനിക്ക് സംതിങ് റോങ് എന്ന് ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചക്കിലാട്ടി വെളിച്ചെണ്ണയാണ് നമ്മുടെ മുമ്പിൽ നിന്നൊക്കെ ആണെങ്കിൽ ആട്ടിയൊക്കെ എടുത്തൊക്കെ തരുന്നത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതിൻ്റെ അറകളിൽ ഉള്ളറയിൽ നോക്കുന്നില്ല, നമ്മളിങ്ങനെ കാലിലേക്ക് വീഴുന്ന നമുക്ക് മുക്കിയൊക്കെ എടുത്ത് തരുന്നവരുണ്ട്. അങ്ങനെ പല സ്ഥലത്തുനിന്ന് മേടിക്കാൻ തുടങ്ങി നമ്മളോട്ട്. ഒരു സ്ഥലത്ത് കഴിഞ്ഞപ്പോൾ ഇയാളുടെ എന്തോ ഒരു പിന്നെ വെളിച്ചെണ്ണ അത്ര ശുദ്ധമെന്ന് തോന്നുന്നില്ല എന്ന് ഓർത്തിട്ട് പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തുനിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ജോലിയോട് പറയുന്നുണ്ട്, ഇതിൽ സംതിങ് റോങ്, ഇത് ഒറിജിനൽ വെളിച്ചെണ്ണയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. പക്ഷെ നമ്മളിങ്ങനെ ഒരാളുടെ കൺമുമ്പിൽ നിന്ന് ആട്ടി വീഴുന്ന വെളിച്ചെണ്ണയിൽ തന്നെ എടുക്കുന്നതുകൊണ്ട് നമുക്കത് നമുക്കതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ നമ്മൾ 1.5 കൊല്ലം മുമ്പ് നമ്മൾ കസ്തൂരി മഞ്ഞളുടെ പരിപാടി തുടങ്ങി. അപ്പോൾ കസ്തൂരി മഞ്ഞളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് നമുക്ക് സാധാരണ വലിയ പൊടിപ്പിക്കാൻ പറ്റില്ല. കസ്തൂരി മഞ്ഞൾ കഴിക്കാൻ പറ്റുന്ന സാധനമല്ല, ഭയങ്കര കാലകയ്പാണ്. അപ്പോൾ അത് ഫുഡായിട്ട് ഒന്നും അതിൻ്റെ കൂടെ പൊടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് തന്നെ വേണം. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ വയനാട്ടിൽ അത് 2 മില്യേ ഉള്ളൂ കസ്തൂരി മഞ്ഞൾ പൊടിക്കുന്നത്. അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഒരെണ്ണം. പിന്നെ ഒരെണ്ണം എന്ന് വെച്ചാൽ ആ കൂടെ തന്നെയാണ് നമ്മൾ കറിമഞ്ഞളും തുടങ്ങിയത്. അതാണെങ്കിൽ ഞാനും എൻ്റെ അനിയത്തി കൊച്ചും കൂടി തന്നെ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന കറിമഞ്ഞളെല്ലാം കഴുകി ഉണങ്ങി നന്നായിട്ട്, ഒത്തിരി മണ്ണ് ചെളിയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അങ്ങനെ കഴുകി ഉണങ്ങിയിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് അവൾക്ക് തന്നെ മില്ലുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം പൊടിക്കണം മില്ലവർക്കുണ്ട്. അരി സാധനങ്ങളെല്ലാം പൊടിക്കും, ഇങ്ങനത്തെ മുളക് മഞ്ഞളൊക്കെ. അപ്പം മഞ്ഞൾ ഞങ്ങൾ അവിടെ നിന്നാണ് പൊടിക്കുന്നത്. അവിടെ ഞാൻ പൊടിയത് പൊടിക്കും. അപ്പം അങ്ങനെ അപ്പം അവരോട് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് കസ്തൂരി മഞ്ഞൾ പൊടിക്കണേ. അവരുടെ അടുത്ത് അവർക്ക് പരിചയമുള്ള ഒരു ചേട്ടനുണ്ട്, അങ്ങോട്ടേക്ക് ഞങ്ങളെ ലീഡ് ചെയ്തു. അപ്പം നമുക്ക് എളുപ്പമായി ഇവിടെ പോയിട്ട് മഞ്ഞളും പൊടിക്കാം. അവളുടെ വീട് അത്ര ദൂരമല്ല, നമുക്ക് ഇവിടുന്ന് വണ്ടിക്ക് പോയാൽ പെട്ടെന്ന് എത്തും. അപ്പം അങ്ങനെ അവിടെ നിന്ന് മഞ്ഞളും പൊടിക്കും, നേരെ കസ്തൂരി മഞ്ഞൾ അപ്പം പോയിട്ട് ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് പൊടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി അങ്ങനെ കമ്പനിയായി. അപ്പം അതൊരു ഭയങ്കര രസമാണ് കേട്ടോ. ഈ ചേട്ടൻ മില്ലുണ്ടാക്കുന്ന കാലത്ത് എന്തിനാണെന്ന് അറിയത്തില്ല, കസ്തൂരി മഞ്ഞൾ പൊടിക്കുന്ന ഒരു യന്ത്രവും കൂടി വെച്ചേക്കാന്ന് ചുമ്മാ തോന്നിയെന്ന്. ഇത്രയും വർഷങ്ങൾ അതിനകത്ത് ആരും പൊടിച്ചിട്ടില്ല. ഇവിടെ ആരാ കസ്തൂരി മഞ്ഞളൊക്കെ ഉപയോഗിക്കുന്ന, ആരും തന്നെ ഉപയോഗിക്കത്തില്ല. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ വയനാട്ടിൽ ഇഷ്ടമുള്ള കസ്തൂരി മഞ്ഞളുണ്ട്. അത് നന്നായിട്ട് അരിഞ്ഞുണങ്ങി പൊടിച്ച് അവനവൻ്റെ മിക്സിയിൽ പൊടിച്ച് മുഖത്തിടും. അതാണ് സ്ത്രീകളൊക്കെ ചെയ്യുന്നത്. ഇത്രയും ബൾക്കായിട്ട് ആരും ഈ പരിപാടി തുടങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ യന്ത്രം ഇങ്ങനെ വർഷങ്ങളായിട്ട് അനക്കമില്ലാതെ വെറുതെ അവരുടെ മില്ലിൽ ഇരിക്കുമായിരുന്നു. ആദ്യമായിട്ടും ഇപ്പം അവസാനമായിട്ടെന്ന് പറയാൻ ഞങ്ങളാണ് അതിൽ കസ്തൂരി മഞ്ഞൾ പൊടിക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് ഓർത്താൽ മതി അല്ലേ. എല്ലാത്തിനും ഒരു വിധി ഉണ്ടെന്ന് പറയുന്നത് അതല്ലേ. നമുക്ക് വേണ്ടിയിട്ടല്ലേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ പരിപാടി ബിസിനസ് ചെയ്ത് തുടങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കാരണം കസ്തൂരി മഞ്ഞൾ പൊടിച്ച് കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. സാധാരണ ഒരു മില്ലിന് ഇവരാരും പൊടിക്കത്തില്ല. ഞങ്ങൾ നമ്മുടെ തൊട്ടടുത്ത മില്ലുകളിലൊക്കെ അന്വേഷിച്ചു, പക്ഷെ പറ്റത്തില്ല. കാരണം അതിന് ഭയങ്കര കയ്പാണ്. അത് ഫുഡ് ഐറ്റമായിട്ട് പറ്റത്തില്ല, അവർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്തു തരാൻ പറ്റത്തില്ല. പ്ലസ് അത് കഴിക്കുന്ന സാധനമല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ആ ചേട്ടനോട് നല്ല കമ്പനിയായി. നല്ലൊരു മര്യാദയുള്ളൊരു മനുഷ്യൻ കേട്ടോ, ഭയങ്കര ദൈവവിശ്വാസിയാണ്. അങ്ങനെയൊക്കെയാണ്.
അപ്പോൾ ഈ ചേട്ടനോട് ഇങ്ങനെ കമ്പനിയായി കസ്റ്റമർ മഞ്ഞൾ പൊടിക്കണമെങ്കിൽ ഒത്തിരി സമയം വേണം. അപ്പോൾ ഞാൻ ജോയി കൂടി പോകും. എന്നിട്ട് അത് പൊടിക്കാൻ കൊടുത്തിട്ട് ജോയ പുള്ളിയുടെ വർത്താനൊക്കെ പറഞ്ഞു നിൽക്കും. ഞാൻ കാറിലിരുന്ന് നമ്മുടെ വാട്സപ്പ് മെസ്സേജൊക്കെ നോക്കി റിപ്ലൈ ഒക്കെ കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ ചേട്ടനോട് കുറച്ച് നേരം സംസാരിക്കുക, അതിലേക്ക് ഇറങ്ങി നടക്കും. അങ്ങനെ വയലരിക നല്ല രസമാണ് കാണാനുള്ള. എന്നിട്ട് അങ്ങനെ അപ്പം ഈ ചേട്ടനോട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ ഒരിക്കൽ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ആട്ടുന്ന ചക്കിലാട്ടുന്ന സംഭവമുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി പേര് ഇങ്ങനെ ചക്കിലാട്ടാൻ വെളിച്ചെണ്ണ ആട്ടാൻ വേണ്ടി വന്നപ്പം ഞാനിങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ചേട്ടൻ ഞങ്ങൾ വെളിച്ചെണ്ണ മേടിക്കുന്നുണ്ട്, മുഴുവനും എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം, ഒരു രുചിയും തോന്നുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല, ഉറക്കത്ത് പോലും ഇല്ല, തണുപ്പത്ത് പോലും നമ്മളൊക്കെ എന്തോരം വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാ, ഇപ്പം അത് ഓർക്കുമ്പോൾ സങ്കടം വരുന്ന, കറിക്ക് പോലും ഒരു ടേസ്റ്റ് വരുന്നില്ല, ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ചക്കിലാട്ടി വെളിച്ചെണ്ണ മേടിച്ചിട്ടുന്ന എന്നാ പറ്റുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ചേട്ടനാണ് പറയുന്നത്, പിന്നെ നിങ്ങൾ ആരോടും പറയുന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാം, സത്യത്തില് ഇത് നിങ്ങൾക്കൊന്നും കിട്ടുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയൊന്നും അല്ല. ഇതിനകത്ത് ഇങ്ങനെ വലിയ വലിയ ടാങ്കർ ലോറിയിൽ ഇങ്ങനത്തെ കമ്പനിക്കാർ വന്നിട്ട് ഈ ഇങ്ങനെ വെളിച്ചെണ്ണ ആട്ടി കൊടുക്കുന്ന എല്ലാവരോടും അവർ ചോദിക്കുമെന്ന്, കിലോയ്ക്ക് 4 രൂപയ്ക്ക് കിട്ടുന്നൊരു ഓയിലുണ്ട്, അത് നമ്മൾ വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പെട്രോളിയത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. ശരിക്കും അൺഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് ബാഡ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടി എല്ലാത്തരം ഒബേസിറ്റിയും രോഗങ്ങളും ഹാർട്ട് അറ്റാക്കും വന്ന് നമ്മൾ നേരത്തെ തട്ടിപ്പോകാൻ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് ഈ ചേർക്കുന്ന പെട്രോളിയത്തിൻ്റെ ബൈ പ്രോഡക്റ്റ്. കിലോയ്ക്ക് 4 രൂപയുള്ളൂ. പല കച്ചവടക്കാരത് മേടിക്കാതിരിക്കുമോ? ഇത്ര അന്യായ വില കൊടുത്ത് നാട്ടുകാരെ ഒറിജിനൽ വെളിച്ചെണ്ണ തീറ്റിച്ചിട്ടും കുടിപ്പിച്ചിട്ട് ഇവർക്ക് വല്ലതും കിട്ടാനുണ്ടോ? അവർക്ക് അവരുടെ ലാഭമല്ലേ, ബിസിനസ് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇത് ബൾക്കായിട്ട് മേടിക്കും, കിലോയ്ക്ക് 4 രൂപ വെച്ച്. എന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഈ 1.5 കൊല്ലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെളിച്ചെണ്ണ എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഈ ഇത്രയും നാളുകൾ, ഇപ്പം ഞാനൊക്കെ ഗൾഫ് ജീവിതം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര നാളായെന്നറിയോ, ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ പിന്നെ മായം ചേർന്ന സാധനമാണ്. അതുകൊണ്ടാണ് നമുക്ക് പലവിധ ബോഡി പെയിനും കാര്യങ്ങളും സിക്കും അങ്ങനെ ഒട്ടും ഒരു അൺഈസിനെസ് എപ്പോഴും നമുക്ക് ബോഡിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. നമ്മൾ എന്തോരം ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് കുക്കിങ്ങിന്. അപ്പം ഇതെല്ലാം അൺഹെൽത്തി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞടിഞ്ഞ് ലിവറിന് കിഡ്നിക്ക് ഒന്നും നമ്മുടെ ശരീരത്തിൽ വിഷാംശം റിമൂവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാകുമ്പോഴാണ് നമുക്ക് പലവിധ രോഗങ്ങളും ബോഡി പെയിനും തുടങ്ങുന്നത്. ബോഡി ഇൻഫ്ലമേഷൻ, സെല്ല് മുഴുവൻ ഇൻഫ്ലമേഷൻ ആകും. പിന്നെ ഉടനെ തന്നെ ബാഡ് കൊളസ്ട്രോൾ കൂടി. എനിക്കൊക്കെ ബാഡ് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർക്കും, ദൈവം ഇത്രയും ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് എനിക്കെങ്ങനെ ബാഡ് കൊളസ്ട്രോൾ പിടിക്കണേ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അത് എന്തുകൊണ്ട് അത്രയും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും ഭക്ഷണം ശ്രദ്ധിക്കുന്ന നമുക്ക് പോലും ബാഡ് കൊളസ്ട്രോളോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ഒരു സമയത്ത് ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത്രയും ഓയിലിൻ്റെ ഉപയോഗമൊക്കെ കുറച്ച് എല്ലാം ഒന്ന് ക്രമപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് കൊളസ്ട്രോൾ എല്ലാം നിയന്ത്രണത്തിലായി. ബാഡ് കൊളസ്ട്രോൾ എന്താ പാട് അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്താ പറയുക, നമ്മുടെ ഏജ് തികയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തട്ടിപ്പോയനെ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായനെ. അങ്ങനെ എന്നിട്ട് ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഞെട്ടിപ്പോട്ട് ഞങ്ങൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഇത്രയും കാലം ഈ ശുദ്ധമാണെന്ന് ഓർത്ത് ചക്കിലാട്ടി വെളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ പോയിന്ന് ആ ക്യാനിൽ നിന്ന് മുക്കി എടുത്തോണ്ട് പോരുന്നത് പോലും ഭയങ്കര മായം ചേർന്ന സാധനമായിരുന്നെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ ചേട്ടൻ്റെ അടുത്ത്, അപ്പോൾ ചേട്ടൻ്റെ കൺമുമ്പിൽ നിന്ന് നമ്മൾ കാണുമോ ചേട്ടൻ ചക്കിലാണ്. അപ്പോൾ ചേട്ടൻ ഞങ്ങളോട് പറയാം, എനിക്ക് മരിച്ച ക്രിസ്ത്യാനിയാണ്, പുള്ളി ഭയങ്കര ദൈവവിശ്വാസിയാണ്, എനിക്ക് മരിച്ച കുഴി കിടക്കുമ്പോഴും സമാധാനം വേണം, എനിക്ക് ആരെ പറ്റിച്ചിട്ട് ഒന്നും വേണ്ട. പുള്ളിൻ്റെ ഭാര്യ മരിച്ചു പോയതാണ്, ഒരു മോളം കണ്ടെടുത്ത് പിന്നെ മില്ലും. ഇതാണ് ചേട്ടൻ്റെ ഉപജീവന മാർഗം. എന്നാലും നല്ല തിരക്കുള്ള മില്ലാണ് കേട്ടോ. ബാക്കി എല്ലാ സാധനങ്ങളും നല്ല പെരുമാറ്റം, നല്ല മനുഷ്യപ്പെട്ടുള്ള ചേട്ടൻ. ഒത്തിരി വിലയൊന്നും പുള്ളി മേടിക്കുന്നുമില്ല ഓരോന്നും പിടിക്കുന്നതിന്. അപ്പം ആ ഭാഗത്തുള്ള ഒത്തിരി പേര് ചേട്ടനെ ആശ്രയിച്ചാൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടൻ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പൈസ അത് കിട്ടും. ചേട്ടൻ പറയാം, എനിക്ക് 1 രൂപ പോലും ആരെയും പറ്റിച്ചു വേണ്ട, എനിക്ക് അങ്ങനെ പറ്റിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ട് എന്തിനാണ്, ഞാൻ കുഴിയിൽ മരിച്ചു കിടക്കുമ്പോൾ പോലും എനിക്കൊരു മനസ്സമാധാനം അവിടെ ഉണ്ടാവത്തില്ല എന്ന്. അപ്പോൾ എന്ത് സത്യസന്ധമായിട്ടാണ് ചേട്ടനെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും അന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 5 കിലോ വെളിച്ചെണ്ണ, ശുദ്ധമായ അന്നേരം ആട്ടി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് 5 കിലോ വെളിച്ചെണ്ണയും മേടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നു 3-4 കിലോ വെളിച്ചെണ്ണ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ഞാൻ മറിച്ച് കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തണുപ്പ് സമയമല്ലേ, ഈ വെളിച്ചെണ്ണ ഉറക്കുക നമ്മൾ ചേട്ടൻ്റെ അടുത്ത് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോഴാണ് എനിക്ക് സമാധാനമായി. ആദ്യമായിട്ട് കുറേ കാലം കൂടിയിട്ട് എൻ്റെ ബാല്യം കൗമാരവും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മര്യാദയ്ക്ക് ഒരു വെളിച്ചെണ്ണ കൂട്ടുന്നത് ഇതാണ്. എന്നിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. ഞാൻ ചേട്ടൻ്റെ അടുത്ത് തന്നെ 5 കിലോ തീരുന്നവരെ അത് ഞങ്ങൾ നോക്കി അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങൾ അന്വേഷിച്ച് നമുക്ക് ശുദ്ധമായ കൊപ്ര കിട്ടുന്ന ഇവിടെ. എനിവേ ചേട്ടൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ആട്ടുന്നുണ്ടല്ലോ, ചക്കിലാട്ടുന്നുണ്ടല്ലോ, ഇതുപോലെ നമുക്ക് തന്നെ പോയി നിന്ന് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ആട്ടിയെടുത്താലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. ആരെയാണ് എന്താണ് നമ്മൾ വിശ്വസിക്കുക? ഇത്രയും ഏറ്റവും ഹെൽത്തി ആയിട്ട് വേണ്ട സാധനമാണ് നമ്മൾ ഓയിൽ. ഇത്രയും കുക്ക് ചെയ്യുന്നതാണ് നമ്മൾ എവരിഡേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തു, അന്വേഷിച്ചു കൊപ്ര എവിടുന്ന് ശുദ്ധമായിട്ടുള്ള കൊപ്ര കിട്ടും എന്നുള്ളത്, നല്ല കൊപ്ര. അപ്പോൾ ചേട്ടനോട് പല കാര്യങ്ങളും ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. പല ടൈപ്പ് കൊപ്രയുണ്ട്.
പിന്നെ പലതരത്തിൽ ഉണങ്ങുന്ന കൊപ്രയുണ്ട്. ചേട്ടൻ മാത്രമല്ല കേട്ടോ, വേറെ 1-2 പേരോട് ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലായി. കൊപ്ര എന്ന് പറയുന്ന ഉണങ്ങുന്നത് പോലും പല രീതിയിലുണ്ട്. ഇങ്ങനെ വിറക് കത്തിച്ചിട്ട്, അതായത് ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ തീയുടെ ചൂടിൽ ഉണങ്ങുന്നുണ്ട് ഡ്രയറിലിട്ട്. അല്ലാതെ നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങുന്നതുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ എന്തോ കെമിക്കൽ മരുന്നുകൾ ചേർത്തിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി മരുന്നുകൾ ചേർക്കുന്ന പോലും ഉണ്ടെന്ന്. അപ്പോൾ അതിൽ പോലും മായമുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരേ സംഗതി അന്വേഷിക്കുന്നതാണ് എല്ലാം നമ്മുടെ വീടിൻ്റെ ചുറ്റും ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ വീടിൻ്റെ ചുറ്റും തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ നല്ല ശുദ്ധമായ തേങ്ങകൾ ശേഖരിച്ചിട്ട് അതായത് ഈ നാട്ടിൽ നിന്നുള്ള കർഷകരുടെ തന്നെ നല്ല നല്ല തേങ്ങകൾ ശേഖരിച്ചിട്ട് അത് ഡ്രയറാണ്, പക്ഷെ അതിൻ്റെ ചിരട്ട തന്നെ അത് ആദ്യം ഉപയോഗിക്കുന്നതിൻ്റെ ചിരട്ട തന്നെ കത്തിച്ചിട്ട് ഡ്രയറിൽ ഉണങ്ങുന്ന ഒരു മനുഷ്യരുണ്ട്. അപ്പം നമ്മുടെ പ്രതീക് വഴി, നമ്മുടെ ഡ്രൈവർ വഴി നമ്മൾ അവിടെ നിന്ന് കൊപ്ര അറേഞ്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് മേടിച്ചിട്ട്, അതായത് നല്ല കൊപ്രയാണ്, എണ്ണ ആട്ടിയ കൂടുതൽ കിട്ടണമെങ്കിൽ നല്ല കൊപ്ര തന്നെ വേണം. അപ്പോൾ അതിന് കുറച്ച് റേറ്റാണ്. എന്നാൽ പോലും നമ്മളത് മേടിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ 1 കിലോ ഒക്കെ ആട്ടി നോക്കി എത്ര കിട്ടും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 10-25 കിലോ കൊപ്ര മേടിച്ചിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് നേരിട്ട് പോയി ഞാനും ജോയും കൂടി നോക്കി നിന്നാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വിവരം കിട്ടി, ഇങ്ങനെ പാതിരാത്രിയൊക്കെ ഇങ്ങനെ ഈ ടാങ്കർ ലോറികളിൽ, വലിയ വലിയ ടാങ്കർ ലോറികളിൽ ഇവർ ഈ മായം ചേർന്ന ഈ ഓയിലുണ്ടല്ലോ, പെട്രോളിയത്തിൻ്റെ ബൈ പ്രോഡക്റ്റ്, ഇത് കൊണ്ടുവന്ന് ഇവരുടെ ഈ കച്ചവടക്കാരുടെ ടാങ്കറിൽ നിറയ്ക്കും. എന്നിട്ട് അതിൽ നിന്ന് ഇവർ ചക്കിലാട്ടുന്ന ഈ ടാങ്കിലേക്ക്, ഇതിലേക്ക് ഇവർ ആദ്യം ഒത്തിരി ഈ മായം എടുത്ത് വെച്ചിട്ടാണ് മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഇവരിങ്ങനെ ആട്ടും. നമ്മൾ നോക്കുമ്പോൾ എന്താ, ചക്കിൽ കിടന്ന് തേങ്ങ വട്ടം കറങ്ങുന്നു, ഓയിൽ ഒഴുകി വരുന്നു, താഴെ വലിയ ക്യാൻ വെച്ചേക്കുന്നു, ഈ ക്യാനിലേക്ക് ഒഴുകി വീഴുന്നേതാണ് നമുക്ക് മുക്കി തരുന്നത്. പക്ഷെ നമ്മൾ ഈ സത്യം അറിയുന്നില്ല, ഈ ക്യാനിൽ ആദ്യം ഇവർ നിറച്ച് വെച്ചേക്കുന്നത് മായമാണ്. അതിലേക്ക് ആളുകളെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ കൺമുമ്പിൽ നിന്ന് ചക്കിലാട്ടി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴുകി വരുന്നു, നമ്മൾ എടുത്തു തരുന്നു. നമ്മൾ സന്തോഷത്തോടെ ആഹാ 180 രൂപയൊക്കെ ഉള്ളൂ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക്, ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്ക്. കമ്പനി വെളിച്ചെണ്ണ നമ്മൾ പാക്കറ്റ് വെളിച്ചെണ്ണ മേടിച്ച് എത്ര രൂപ കൊടുക്കണം, അതൊക്കെയാണ് ജോലി ഞാൻ ഡിസ്കസ് ചെയ്തത് ആദ്യ കാലത്ത്. ദൈവമേ, പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് 220 രൂപ, 210 രൂപ, ഇത് നോക്ക് 130 രൂപയ്ക്ക് 150 രൂപയ്ക്ക് ശുദ്ധമായ 1 കിലോ വെളിച്ചെണ്ണ കിട്ടുന്നു. എന്താ അത്ഭുതം, എന്താ അല്ലേ എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു ഗുണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് യൂസ് ചെയ്തോണ്ടിരുന്നേ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സത്യമൊക്കെ മനസ്സിലായത്. എൻ്റെ പൊന്നു മക്കളെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി നിന്ന് ഓക്കെ ഒന്നും ഇല്ലാത്ത ക്യാനിലേക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ആട്ടി തരണം എന്നുള്ള ഡിമാൻഡ് വെച്ചിട്ട് നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് ആട്ടി വെളിച്ചെണ്ണ മേടിച്ച് ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം അത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജൊക്കെ വിടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, ചേച്ചി നിങ്ങൾ വയനാടല്ലേ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ തെങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ, ഞങ്ങൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടാൻ വല്ല വഴിയുണ്ടോ, ഞങ്ങൾക്ക് കൂടി തരുമോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ആട്ടി എടുത്തിട്ട് ഉപയോഗിക്കുന്നത്, എനിക്കിങ്ങനെ മായം ചേർന്ന അനുഭവം കിട്ടിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ബൾക്കായിട്ട് തുടങ്ങണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇത് മേടിക്കണം, ഒത്തിരി പൈസ ചിലവ്, കാര്യങ്ങൾ, പോയി നിന്ന് ആട്ടണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ ഇപ്പം തുടങ്ങുന്നില്ല ഇങ്ങനെ പറഞ്ഞു. ഇപ്പം എനിക്ക് കുറേ നാളായിട്ട് വാട്സപ്പിൽ ഒത്തിരി മെസ്സേജുകൾ കേട്ടോ, ചേച്ചി പ്ലീസ് ഞങ്ങൾക്കും കൂടി നല്ല വെളിച്ചെണ്ണ തരൂ, നിങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ, അപ്പം ഞങ്ങളെ കൂടി പരിഗണിക്കും, ഞങ്ങൾക്കും കൂടി തരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കും പോലെയല്ല, ഈ ചക്കരാട്ടി വെളിച്ചെണ്ണ ഏത് മുട്ടിൽ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ 130 രൂപയ്ക്ക് 120 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. എന്തുകൊണ്ടാണ് അത് 4 രൂപയ്ക്ക് മായം കിലോയ്ക്ക് 4 രൂപയുള്ള സാധനം ഒരു 3 കിലോയിലേക്ക് ഒരു 200 ഗ്രാം വെളിച്ചെണ്ണ ചേർത്താൽ മതി ഒറിജിനൽ. അപ്പൊ എത്ര, അവർക്ക് 120-150 വിൽക്കാം, അവർക്ക് കൊടും ലാഭം, 100-110 രൂപ അവർക്ക് ലാഭം, 100 രൂപയോളം ലാഭം കിട്ടുന്നുണ്ട്. അപ്പം പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. എവിടെ നിങ്ങൾ പുറത്തിറങ്ങി അന്വേഷിച്ചോ, ഒറിജിനൽ കൊപ്രയ്ക്ക് 1 കിലോയ്ക്ക് 120 മുതൽ 130 രൂപ വരെ കൊടുക്കണം. പിന്നെ ബാഡ് കൊപ്രയാണെങ്കിൽ അതിൽ എണ്ണ കിട്ടത്തില്ല വരെയൊക്കെ, അതിന് 100 രൂപയ്ക്കും 110 രൂപയ്ക്കും കിട്ടും. അപ്പൊ നമ്മൾ മേടിക്കുന്നത് 130 രൂപയൊക്കെ വിലയുള്ള നല്ല കൊപ്രയാണ്, ഒറിജിനൽ കൊപ്രയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 2.5 കിലോ കൊപ്ര വേണം 1 കിലോ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ 130 + 130 + 130 പകുതി, അങ്ങനെ ഇത്രയും പൈസ ആകുന്നുണ്ട്. അത് 300 രൂപയാകുന്നുണ്ട്, നമുക്ക് 325 രൂപയാകുന്നുണ്ട് നമുക്ക് 1 കിലോ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ. അപ്പൊ നിങ്ങളത് ആലോചിച്ച് നോക്കൂ, 25 രൂപ മുടക്കി 1 കിലോ വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ ലാഭവും കൂടി എടുത്തു കഴിഞ്ഞാൽ കടക്കാർക്ക് ഭയങ്കര ഒത്തിരി ലാഭം എടുക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് അവർ ഈ 325 രൂപയ്ക്ക് ഞങ്ങൾ കൊപ്ര ആട്ടിച്ച് വെളിച്ചെണ്ണ എടുക്കുന്നു. അപ്പൊ ഈ 325 രൂപയ്ക്ക് നമ്മൾ 1 കിലോ കൊപ്ര ആട്ടി വെളിച്ചെണ്ണ എടുക്കുന്നത് എങ്ങനെയാണ് ഈ 110 രൂപയ്ക്ക് 120 രൂപയ്ക്ക് ഇവർക്ക് വിൽക്കാൻ പറ്റുന്നത്? ഇത് മാത്രമല്ല, കൊപ്ര മേടിക്കണം, അത് ക്ലീൻ ആക്കണം, അത് കൊണ്ടുപോയി ആട്ടിക്കണം, ഇതിന് പൈസ കൊടുക്കണ്ടേ ആട്ടുന്നതിന്. പിന്നെ അത് കൊണ്ടുപോകുന്നതിന് പെട്രോൾ കൂലി ഇല്ലേ, അല്ലെങ്കിൽ ഓട്ടോയ്ക്കാണെങ്കിൽ ഓട്ടോ കൂലി ഇല്ലേ, പിന്നെ അത് ഇപ്പൊ വിൽക്കുമ്പോൾ പാക്ക് ചെയ്യണ്ടേ,
അത് കുപ്പിയിലാക്കണ്ടേ, ബോട്ടിലെ പൈസ വേണ്ടേ, ഇത് ലേബൽ വേണ്ടേ, ഇതിനെല്ലാം പൈസ വേണ്ടേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇവര് 110 രൂപയ്ക്കും 120 രൂപയ്ക്കും നിങ്ങൾ എങ്ങനെയാണ് വെളിച്ചെണ്ണ മേടിക്കുന്നത്? അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിൽ എന്ത് കടുത്ത മായമാണ് ഇവർ ചേർത്തിരിക്കുന്നതെന്ന്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ റേറ്റിന് കിട്ടുന്നത്. യൂട്യൂബിൽ ഒത്തിരി പേര് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഇതിന് തെളിവില്ല. ആരെങ്കിലും ഇത് ഞങ്ങളിത് ഈ മായം ചേർത്തിട്ടാട്ടോ ഇതിലെ ക്യാനിൽ വെച്ചേക്കുന്നേ, ഇതാട്ടെ ആരെങ്കിലും പറയുമോ? അപ്പോൾ ഈ സത്യസന്ധമായി ഈ ഒരു ചേട്ടൻ ഇത് പറഞ്ഞു തന്നതുകൊണ്ട് ഞങ്ങൾക്കിത് മനസ്സിലായതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്ര പൈസ മുടക്കാൻ വേണ്ട 2.5 കിലോ കൊപ്ര മേടിച്ച് 1 കിലോ വെളിച്ചെണ്ണ ആട്ടി എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല. മാസത്തിൽ എല്ലാ ഡോക്ടേഴ്സും പറയുന്ന കാര്യമുണ്ട്. ഞാൻ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് എനിക്കും അറിയാം, ഒത്തിരി ഓയിൽ നമ്മൾ ഉപയോഗിക്കരുത്. ഏറ്റവും കുറവ് ഉപയോഗിക്കാവുക ഏറ്റവും ഹെൽത്തിയാണ്. ആവശ്യത്തിന് നമുക്ക് ഓയിൽ വേണം. പല സംഗതികളും നമുക്ക് പിന്നെ നമ്മുടെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ വലിച്ചെടുക്കണമെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് എണ്ണ കാര്യങ്ങളും എത്തണം. അതിൽ നിന്നുള്ള ഘടകങ്ങളും കൂടി വേണം. അപ്പോൾ നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ബാക്കി ഓരോ ഓയിലും ദയവ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കരുത്. ആ ഓയിൽ, ഈ ഓയിൽ, ആ പേരിൽ, ഈ പേരിൽ, ഇതാണ് ശുദ്ധം അല്ല. നിങ്ങൾ ഒറിജിനലായിട്ട് ഏതെങ്കിലും നല്ലൊരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിന്റെ അഡ്വൈസ് എടുത്തോളൂ. ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് ശുദ്ധമായ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഒറിജിനൽ ഒലിവ് ഓയിൽ കിട്ടുമോ നമുക്കറിയത്തില്ല. ഇനി നമ്മൾ ഒലിവ് ഓയിൽ ശുദ്ധം എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ മേടിച്ച് വെക്കുന്നുണ്ട് സാലഡിലൊക്കെ ചേർക്കാൻ. അത് നമ്മുടെ ഇതുപോലെ ആയിരിക്കില്ല എല്ലാം. കൺമുമ്പിലാണെങ്കിലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എനിവേ ബാക്കി ഓയിലുകളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പ്ലസ് ഇതുപോലെ ചക്കിലാട്ടി നമ്മുടെ കൺമുമ്പിൽ നിന്ന് കിട്ടുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് ഞങ്ങളിപ്പോൾ കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്നത് ഇതുപോലെ വെളിച്ചെണ്ണ നമ്മൾ തന്നെ കൊപ്ര മേടിക്കും, അതൊന്നോടെ ക്ലീൻ ആക്കും, വൃത്തിയാക്കും. നമ്മുടെ വണ്ടിയിൽ നമ്മൾ രണ്ടും കൂടി സമയം മെനക്കെട്ട് പോയി നിന്നിട്ട് നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ക്യാനിലേക്ക് വെളിച്ചെണ്ണ ആട്ടി ഇങ്ങനെ എടുക്കുന്ന രീതിയിലേക്ക് എടുക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പോയി ചെക്ക് ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ ആ ചേട്ടനോട് ഇപ്പോൾ ചക്കിലാട്ടുന്ന നമ്മുടെ വെളിച്ചെണ്ണ റെഡിയാക്കുന്ന ചേട്ടനോട് ഞാൻ നേരിട്ട് ഈ കഥകളൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല അങ്ങനെ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം മേടിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് മേടിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ട് കേട്ടോ, പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് പിന്നെ ആ ചേട്ടനോട് ചെന്നിട്ട് ഞങ്ങൾ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചെന്നിട്ട് ആ ചേട്ടനോട് ചോദിച്ചു, പിന്നെ ചേട്ടാ ഞങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മേടിച്ച വെളിച്ചെണ്ണയ്ക്ക് എന്തോ ഒരു രുചി വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ, അതൊരു ഒറിജിനൽ വെളിച്ചെണ്ണ പോലെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, അതിലെന്തോ ഒരു മായം ചേർന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയേക്കണേ, അതിനൊരു ടേസ്റ്റും ഇല്ല, അത് ഉറയ്ക്കുന്നേ ഇല്ലെന്ന്. അപ്പോൾ ചേട്ടൻ ഒരു ഭാവ വ്യത്യാസം ഇല്ലാതെ എന്നോട് പറയുവാണേ, പിന്നെ ആണോ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ചോദിക്കണേ, ആണോ ഉറച്ചില്ല, അതെയല്ലേ അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു അതിൽ മായം ചേർന്നിട്ടുണ്ട്, പിന്നെ എന്തോ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒറിജിനലാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിന് നല്ല ചൗവ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ ഇങ്ങനെ ആലോചിക്കുവാണേ, ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആലോചിച്ചിട്ട് പറയാം, ഉണ്ടായിരുന്നല്ലേ, ചൗവ്യത്യാസം ഉണ്ടായിരുന്നല്ലേ എന്ന്. സി അതിന്റെ അർത്ഥം എന്താ? അപ്പൊ പുള്ളി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത് എന്താണോ, അയ്യോ ഞാൻ ചേർത്ത മായം കൂടിപ്പോയോ, അതാണോ വല്ലാതെ ചൗവ്യത്യാസം, അതായിരിക്കും ആ കള്ള മനുഷ്യൻ ആലോചിച്ചത്. അല്ലെങ്കിൽ പിന്നെ എന്താ, നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്യുവാണെങ്കിൽ കൊച്ചൻ മര്യാദയ്ക്ക് വർത്തമാനം പറയണം കേട്ടോ, അങ്ങനെയല്ലേ പറയാം, നമുക്ക് ദേഷ്യം കയറത്തില്ലേ? ഞങ്ങൾ നല്ല ഒറിജിനലായിട്ട് ആട്ടി കൊടുക്കുന്നത് വെളിച്ചെണ്ണയാട്ടോ, മായം ചേർന്നാണ് നിങ്ങൾ ഇവിടുന്ന് മേടിക്കണ്ട, നമുക്ക് ദേഷ്യം വരുമല്ലേ പെട്ടെന്ന്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും മേടിച്ചോ, അങ്ങനെ ചൂടായി പറയും. സത്യസന്ധരാണെങ്കിൽ അവർ പെട്ടെന്ന് ദേഷ്യം വരും, അവർ തെറ്റ് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ അവർ പറയുന്ന വേയ്ക്ക് വേറെ വ്യത്യാസം ഉണ്ടാവും. ഇല്ല മോളെ ഞങ്ങൾ ഒരിക്കലും മായം ചേർക്കാറില്ല, സത്യസന്ധമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് എങ്ങനെയാട്ടോ ചെയ്യുന്നത്, അങ്ങനെ പറയും. ഇതൊന്നും അല്ല, പുള്ളി ഇങ്ങനെ ആലോചിക്കാം, അത് പുള്ളിന്റെ കണ്ണ് പോകുന്ന കണ്ടറിയാം കള്ളത്തിനെ ഇത് ആലോചിക്കുവാന്ന്. അങ്ങനെ ഇത് ആലോചിച്ചിട്ട് പറയാ, ആണല്ലേ വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ, ഓ അങ്ങനെയല്ലേ എന്നൊക്കെ ആലോചിക്കുക. അതായത് പുള്ളി ഇതിന് ആലോചിക്കണേ, ഇന്നലെ ഞാൻ ആഡ് ചെയ്തത് കൂടിപ്പോയല്ലോ, അതായിരിക്കും ഇന്ന് ആലോചിക്കുന്നത്. ജോയ് ഇത് കണ്ടുകൊണ്ട് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ ഇയാൾ ഭയങ്കര കള്ളനായിരുന്നു കേട്ടോ, നമ്മൾ ഇത്രയും നാള് ഈ പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഈ സാധനം മേടിച്ച് ഉപയോഗിച്ചാൽ എന്തായാലും നന്നായി. ഇപ്പം ആ ചേട്ടനെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞത് കൊണ്ട് നമുക്കിപ്പോൾ കാര്യം മനസ്സിലായി, ഇനി നമുക്ക് എത്ര പൈസയാണെങ്കിലും നമുക്കിങ്ങനെ ഉപയോഗിച്ചാൽ മതി. അപ്പം പറഞ്ഞു തന്നത് അതുമാണ്. അപ്പം ഇപ്പം ഒത്തിരി പേര് എന്നോട് വാട്സപ്പിൽ ചോദിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ, ഒരു ബോട്ടിൽ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. വാട്സപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടു, എന്താ പറയുക, 300-400 കിലോ കൊപ്ര നമ്മൾ മേടിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് വിറ്റ് പോവാം. കാരണം അത്രയും പേർക്ക് ഇത് ആവശ്യമുണ്ട് ഒറിജിനൽ വെളിച്ചെണ്ണ. പിന്നെ അവർക്ക് എന്നെ വിശ്വാസമുണ്ട്, നമ്മളിങ്ങനെ തെറ്റ് ചെയ്യില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഞാൻ എടുത്തിട്ട് വരാവേ. ഇത് കണ്ടോ, വയനാട്ടിലെ ഒറിജിനൽ ശുദ്ധമായ കോക്കനട്ടിന്റെ വെളിച്ചെണ്ണ ഉറച്ചിരിക്കുന്ന കണ്ടോ. ചെറിയൊരു തണുപ്പ് ഇവിടെ തുടങ്ങിയപ്പോൾ തന്നെ ഇത് കണ്ടോ ഉറച്ചിരിക്കുന്ന കേട്ടോ. ഇനി ഇത് വെയിലത്തോട്ട് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റീലിന്റെ ബോട്ടിലേക്ക് ആക്കി അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലൊക്കെ ആക്കിയിട്ട് നമ്മൾ അടുപ്പിക്കൊക്കെ അടുത്ത് ചെറുതായിട്ടോ, തൊട്ടടുത്ത് വെക്കരുത് പൊട്ടുട്ടോ, അല്ലെങ്കിൽ വെയിലത്തോട്ട് വെച്ച് ഇത് ഉരുക്കിയെടുക്കണം. അല്ലെങ്കിൽ ഇച്ചിരി വൈഡായിട്ടുള്ള പാത്രത്തിലേക്ക്, ഇത് ഒരു വട്ടം വെയിലത്ത് വെച്ച് ഉരുക്കി കഴിയുമ്പോൾ വൈഡായിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് സ്പൂണും കൊണ്ട് കോരിയെടുക്കാൻ പാത്രമുള്ള വാവട്ടമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കണം.
ഇതുകൊണ്ട് ഇതാണ് ഒറിജിനൽ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. 1000% ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ. ഇപ്പൊ നമ്മൾ 200-300 കിലോയൊക്കെ കൊപ്ര മേടിച്ചിട്ട് നമ്മൾ തന്നെ പോയി നിന്ന് മെനക്കെട്ട് നിന്നിട്ട് എടുത്തിട്ട്, കാരണം നമുക്ക് വിശ്വാസമില്ല, ആ ക്യാനിൽ പോലും ഇവർ മായം ചേർക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് തെറ്റിയാൽ ചിലപ്പോൾ അവരെ എടുത്തുള്ളത് എടുത്തൊഴിക്കും. അങ്ങനെ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നിട്ട് എടുത്തുകൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ കുറേ കാലമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കൊടുത്തും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 1-2 ട്രിപ്പ് ഞാൻ എടുത്തു, അതെല്ലാം വിറ്റ് പോയിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച വീണ്ടും ഇതായത് എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഒരാഴ്ച എടുക്കൂട്ടെ ഇതിന്റെ പ്രോസസ്സ് എല്ലാം ചെയ്യാൻ. നമ്മൾ മേടിക്കണം, കളക്ട് ചെയ്യണം, കൊണ്ടുപോകണം, മാറ്റിയെടുക്കണം, പിന്നെ അത് ക്യാനിൽ നിന്ന് നമുക്ക് നമ്മുടെ ബോട്ടിലുകളിലേക്ക് ആക്കണം, ലേബൽ ഒട്ടിക്കണം, പാക്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിന്. അപ്പൊ ഇതെല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ. അപ്പൊ ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, 1 കിലോ കൊപ്രയ്ക്ക് 130 രൂപയാണ്. അപ്പം 2.5 കിലോ കൊപ്ര വേണം. നിങ്ങൾ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് അതിനെ കുറിച്ച് കിടപ്പുണ്ട്. ഗൂഗിളിൽ അടിച്ചു നോക്കിയോളൂ, എത്ര കിലോ കൊപ്രയിൽ നിന്ന് നമുക്ക് 1 കിലോ വെളിച്ചെണ്ണ കിട്ടും. 970 1000 ml, അതാണ് ഇതിന്റെ കണക്ക്. അപ്പൊ ഇത്രയും വെളിച്ചെണ്ണ എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കിക്കോളൂ. ഇത്രയും വിലയാകും. അപ്പൊ എങ്ങനെ നോക്കിയാലും 325 രൂപ ഇതിന് വിലയാകും 1 കിലോ. പക്ഷെ ഈ 325 രൂപയ്ക്ക് 1 കിലോ നമ്മൾ നിങ്ങൾ പുറമെ നാട്ടിച്ചെടുത്തോളൂ, എന്റെ ഇത് മേടിക്കാൻ പറ്റില്ലെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്താൽ മതി. പിന്നെ അതിന് ബാക്കി കുറച്ച് ചിലവ് കൂടി എനിക്ക് വരുന്നുണ്ട്. കൊറിയർ അയക്കണം, അതിന് 1 കിലോയ്ക്ക് അവർ 60 രൂപ മേടിക്കും. അത് പിന്നെ ഈ ബോട്ടില് പാക്കിങ്, ഇതിലെ ഈ ബബിൾ പേപ്പർ പാക്കിങ് കാര്യങ്ങള്, കൊറിയർ ബാഗ്, ലേബല്, എല്ലാത്തിനും നമുക്ക് ചിലവ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് പെട്രോൾ കൂലി, ഇത്രയാണ്. എന്നാൽ പോലും ഞാനിതിൽ ഒരു ലാഭം എടുക്കാതെയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആ രീതിക്ക് കൂടിപ്പോയാൽ 10-25 രൂപയാണ് എനിക്ക് ഒരു ബോട്ടിൽ കിട്ടുന്നത്. പക്ഷെ ഓക്കെ, അത് ഓക്കെ, എന്റെ കഷ്ടപ്പാട് ഓക്കെ. പക്ഷെ ഇത്രയും അൺഹെൽത്തി ആയിട്ടുള്ള സാധനം കഴിക്കേണ്ട, ശുദ്ധമായിട്ടുള്ള സത്യം പറഞ്ഞാൽ ഈ 1 കിലോ മതി ഒരു മാസത്തിന്. അത്രയും നിങ്ങൾ എന്താ പറയാ, കുറച്ച് ഉപയോഗിക്കുള്ളൂ. കൂടിപ്പോയാൽ 1.5 കിലോ, അതേ കൂടുതൽ ഉപയോഗിക്കില്ല. ഇപ്പൊ 2 കിലോ വെളിച്ചെണ്ണ മേടിച്ചു നോക്കുക, അത് ഒരു 1.5 മാസം 2 മാസത്തേനെ എത്തിക്കാൻ നോക്കുക. അതാണ് ചെയ്യേണ്ടത്. ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വാരിപ്പോരി ഒന്നും ചെയ്തത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചിക്കനൊക്കെ ഭയങ്കര ഡീപ് ഫ്രൈ ചെയ്യുന്ന പരിപാടിയെ നിർത്തുക. അത്രയ്ക്ക് കൊതി തോന്നുമ്പോൾ നമ്മൾ ചെയ്യാവുള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് മാത്രം ശുദ്ധമായി വെളിച്ചെണ്ണ ആ രുചി വന്നോളും. ബാക്കിയുള്ള വെജിറ്റബിളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്ത് ശീലിക്കുക. ആ രീതിക്ക് കടുത്ത വറക്കലും പൊരിക്കലും ഒക്കെ ഒഴിവാക്കുക. ഡീപ് ഫ്രൈ എന്ന് പറയുന്നത്, ഷാലോ ഫ്രൈ എന്ന് പറയും. ബാക്കിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ആ രീതിയിലേക്ക് നമ്മൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹെൽത്തും കിട്ടും, സേഫ് ആയിട്ട് നമുക്ക് ജീവിക്കാനും പറ്റും, വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഒത്തിരി പേര് വാട്സപ്പിൽ, ഞാൻ ഗ്രൂപ്പുണ്ട് എനിക്ക്, വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ അടുത്ത് മേടിക്കുന്നുണ്ട്. അപ്പം ഇതാ അടുത്ത ബാച്ച് ഇപ്പം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ. എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാലോ. ബാക്കിയുള്ള പ്രൊഡക്റ്റുകളുടെ കൂട്ടത്തിൽ ഈ സാധാരണ ഒരു പുറമേന്ന് മേടിച്ച് നിങ്ങൾക്ക് ശീലം ഉള്ളതുകൊണ്ട് നിങ്ങൾ ബോധം കിട്ടി താഴെ വീഴും. ഇതെന്താണ് ഇങ്ങനെയെന്ന്. പക്ഷെ സത്യം പുറകിൽ അറിയുന്നില്ല. ഇതിന് ഇത്രയും കോസ്റ്റ് ആവുന്നുണ്ട്, ഇതാണ് ഒറിജിനൽ എന്നുള്ള സത്യം അറിയുന്നില്ല. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ തന്നെ മേടിച്ചോളൂ. ഇങ്ങനെ മേടിക്കാൻ പറ്റൂല എങ്കിൽ നേരെ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പോകുക. കൊപ്ര കിട്ടുന്ന സ്ഥലത്ത് നല്ല കൊപ്ര മേടിക്കുക, ഒന്ന് വൃത്തിയാക്കുക, നേരെ ചക്കിലാട്ടുന്ന സ്ഥലത്ത് പോവുക. പക്ഷെ ശ്രദ്ധിക്കണം, ആ ക്യാനിൽ ഒന്നും ഉണ്ടാക്കിയിട്ടിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഒരു 10-15 കിലോ കൊപ്ര മേടിച്ചിട്ട് ആട്ടിയെടുക്കുക, ക്യാനിൽ കൊണ്ടുപോവുക, വെക്കുക. നമ്മുടെ കൺമുമ്പിൽ തന്നെ ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം. ഇല്ലാത്തവർക്ക് എൻ്റെ അടുത്ത് മേടിക്കാം. ഞങ്ങൾ പോയി നിന്ന് ഇതേ പ്രോസസ്സ് ചെയ്യുന്നതാണ് ധൈര്യമായിട്ട് മേടിക്കാം. അപ്പോൾ ഈ ഒരു വിശേഷം എനിക്ക് രാവിലെ തന്നെ നിങ്ങളോട് പറയണം തോന്നി. കാരണം ഇത് റെഡിയാക്കിയിട്ടുണ്ട്. പ്ലസ് പിന്നെ ഈ സത്യങ്ങൾ ആരും അറിയാതെ പോകുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് എവിടെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പം അതിന് വാട്സപ്പിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എത്ര വേറെ മെസ്സേജ് കിട്ടിയെന്നറിയോ. ചേച്ചി, എൻ്റെ ഫാദർ ഇങ്ങനെ ഉള്ള കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ചേച്ചി, എൻ്റെ ബ്രദർ ഇങ്ങനെയുള്ള കമ്പനിയിൽ, ഞങ്ങൾക്കറിയാം ചേച്ചി ഇങ്ങനെ മായം ചേർക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഫാദർ പറയുന്നത് അവർ വർക്ക് ചെയ്ത കമ്പനിയിലൊന്നും ചെയ്യുന്നില്ല എന്നാ പറയുന്നതെന്ന്. അവർക്കെല്ലാം അറിയാം. ഇതുപോലെ 3 രൂപയ്ക്കും 2 രൂപയ്ക്കും വരെ ആ ഓയിൽ കിട്ടും. ചേച്ചി പറഞ്ഞ് 4 രൂപ പോലും അതിന് വിലയില്ല. പെട്രോളിയത്തിന്റെ എന്തോ മായം ചേർന്ന സാധനമാണ്. ഓയിൽ പോലെ തന്നെ ഇരിക്കും. അത് രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ടാങ്കർ ലോറി വന്നിട്ട് ബൾക്കായിട്ട് ഇവർക്ക് വലിയ ക്യാനിലേക്ക്, കച്ചവടക്കാരുടെ ക്യാനിലേക്ക് നിറച്ചു കൊടുക്കും. എന്നിട്ട് അവർ പോകും രഹസ്യമായിട്ട്. അങ്ങനെയാണ്. ഇതാണ് അവർ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഇവർ ഓയിലിലേക്ക് ചേർത്തിട്ട് നമുക്ക് വിറ്റ് തരുന്നത്. എത്ര പേരെ എനിക്ക് മെസ്സേജ് കിട്ടുന്നറിയോ. പക്ഷെ ആർക്കും ആരുടെ പേര് പറയാൻ പേടിയാണ്, ആരും പറയുന്നില്ല. എനിക്കും ഇത് തെളിയിക്കാൻ ആർക്കൊന്നുമില്ല. ഞങ്ങൾ മേടിച്ചോണ്ടിരുന്നവരോട് ചെന്ന് ചോദിച്ചു, നിങ്ങൾ മായം ചേർക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഇല്ല, വ്യത്യാസം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് പിന്നെ എന്ത് പറയാൻ പറ്റും? നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ്. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ സത്യം മനസ്സിലാക്കി ഞങ്ങൾ എന്തായാലും ഇതിലേക്ക് തിരിഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഒറിജിനൽ വെളിച്ചെണ്ണ മേടിച്ചോളൂ കേട്ടോ. അതൊരു വിശേഷം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ നേരം കൃഷിയൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഞാൻ രാവിലെ ഇച്ചിരി ചപ്പാത്തി, ഇന്നത്തെ ചപ്പാത്തി തീർന്നു. അപ്പം ഇനി രാവിലെ ഇച്ചിരിയും കൂടി ചപ്പാത്തി ഉണ്ടാക്കണം.
ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പിന്നെ ഇന്നത്തെ കറികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കണം. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് പണിക്കാർ വരും. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് 8ന്റെ പണി കിട്ടി. നമ്മൾ പുറകിൽ ഇനിയും ടോയ്ലറ്റിൽ നിന്നും ബാത്റൂമിൽ നിന്നും ഒക്കെ ഉള്ള ടാങ്ക് പുറകിൽ വെച്ചേർന്നത് ലീക്ക്, അതെന്തോ മണ്ണൊക്കെ ഇരുന്ന് പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പൈപ്പ് പൊട്ടി അങ്ങനെ ലീക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് 8ന്റെ പണി ഇരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ കല്ലും മണലും ഒക്കെ മേടിച്ച് അതിൻ്റെ പണി വർക്കേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുറകുവശം. അപ്പം അത് അങ്ങനെ ഒരു ഞാൻ പുറകുവശമൊക്കെ എല്ലാം നമുക്ക് വലിയൊരു ഹാൾ ഏരിയ ഉണ്ട് പുറകുവശം. അതെല്ലാം സിമെന്റ് ഇട്ടിട്ട് അവിടെ മണ്ണായിരുന്നു, സിമെന്റ് ഇട്ടിട്ടില്ല. ആക്ച്വലി വീടിനുള്ളിലൊന്നും ഇപ്പോൾ സ്ഥലമില്ലാതെ നമ്മൾ ഓരോ പുതിയ പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് സ്ഥലമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ അതിനു വേണ്ടി യൂസ് ചെയ്യാമെന്ന് ഓർത്തിങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ 8ന്റെ പണി കിട്ടിയത്. അപ്പോൾ ഇപ്പം അത് ആ പണി പെയിന്റിങ് ആക്കി വെച്ചിട്ട് ഈ പണി സോൾവ് ചെയ്യുകയാണ്. പണിക്കാരെ കിട്ടാൻ ഭയങ്കര പാടാണ്. പ്ലംബിങ് വയറിങ് എന്നൊക്കെ പറയുന്നത് എന്താ അവർക്കുള്ള ഡിമാൻഡ് ഞാൻ ഓർക്കുക, കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം അവരെ കിട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 ദിവസം അതിൻ്റെ തിരക്കും കാര്യങ്ങളാണ്. അത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി നമ്മുടേതായ കുറച്ച് വർക്ക് അവിടെ നടത്താനുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഉച്ച വരെ ഒരു പണിക്ക് വരുമായിരിക്കും. അത് കഴിയുമ്പം ഉച്ച കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഷോപ്പിങ്ങിന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് ഷോപ്പിങ്ങിന് പോകണം. ഒന്നുമില്ല, ആകാശപ്പൊടിയില്ല ഫ്രിഡ്ജിൽ. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഒന്നുമില്ല എന്നത്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ കൊച്ചിനെ വിട്ടിട്ട് നമ്മുടെ തൊട്ട് മോള് ഷോപ്പുണ്ട്, ചെറിയ ഷോപ്പുകളുണ്ട്, അവിടുന്ന് മേടിക്കും കുറച്ച് സാധനം. 1 കിലോ തക്കാളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കും. ബ്രെഡൊക്കെ മേടിപ്പിക്കും. അവൻ ഓടിപ്പോയി നൂഡിൽസ് മേടിക്കും. എന്നിട്ട് പറഞ്ഞു വന്നു അത് ഉണ്ടാക്കിയിരുന്നു. അത് നൂഡിൽസ് അഡിക്റ്റാണ്, എത്ര പറഞ്ഞാലും അത് കേൾക്കത്തില്ല. അങ്ങനെ ഞങ്ങളൊക്കെ എന്നേ നൂഡിൽസൊക്കെ ഉപേക്ഷിച്ച് അതൊക്കെ ഉണ്ടാക്കുന്ന കണ്ടാൽ തന്നെ കാലം കരഞ്ഞോണ്ട് പോകും, പട്ടി കഞ്ഞി പിടിക്കില്ല. അതുപോലെ അതൊക്കെ ഉണ്ടാക്കുന്ന യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉണക്കമീൻ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കിടപ്പുണ്ട്. അതൊന്നും അതുകൊണ്ട് ഉണക്കമീൻ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കൊന്നൊരു 15 വർഷങ്ങളിലായിട്ടുണ്ടാകും ഞാൻ ഉണക്കമീൻ പുറമേന്ന് മേടിച്ച് കഴിച്ചിട്ട്. അത്രയ്ക്ക് എനിക്ക് അർപ്പം അത് ഓർക്കുമ്പോൾ തന്നെ. പുറമേന്ന് ഉണ്ടാക്കുന്ന വിധമൊക്കെ യൂട്യൂബിൽ കുറേ പേര് എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പം ഞാൻ ഓർക്കുകയാണെങ്കിൽ ഇനി തിരക്ക് കഴിഞ്ഞിട്ട് ഉണക്കമീൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഒരു കൊച്ചുണ്ടല്ലോ യൂട്യൂബിലൊരു ചാനൽ, എന്താ അതിൻ്റെ പേര്, ലീഫി കേരള. അടിപൊളിയായിട്ടോ കൊച്ചിൻ്റെ ചാനൽ കാണാൻ. നമ്മുടെ ലിസിക്കിൻ്റെ ഒക്കെ ചാനൽ പോലെയുള്ളതാണ്. ആ പുള്ളിക്കാരി ഇങ്ങനെ ഒത്തിരി നാച്ചുറൽ ആയിട്ട് സംഗതികൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരിൽ നിന്ന് ഒത്തിരി ഇൻസ്പിറേഷൻ ഉണ്ട് എനിക്ക്. പുള്ളിക്കാരിൻ്റെ കുറേ സംഗതികൾ എനിക്ക് നോക്കിയിട്ടുണ്ടാക്കണമെന്നുണ്ട്. അതിൽ ഉണക്കമീനൊക്കെ ഉണക്കുന്ന പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നോക്കിയിട്ട് സമയം പോലെ ഇനിയിപ്പോൾ വെയിലാവുമല്ലോ അന്നേരത്തേലും ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പം എന്നിട്ട് വേണമെങ്കിൽ ഉണക്കമീനൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ കൊതിയാണ്. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം എന്ത് പറഞ്ഞേ, ഫ്രിഡ്ജിൽ എംറ്റി. അപ്പോൾ ഒന്നുമില്ല, ആകാശപ്പൊടിയില്ല. അപ്പോൾ തക്കാളിയൊക്കെ അവനെ കൊണ്ട് മേടിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ അവനെ കൊണ്ട് ഓടി ഇവിടെ തൊട്ട് മുകളിലാട്ടോ ഷോപ്പുകൾ, അവിടെ നിന്ന് മേടിപ്പിക്കും. എന്നിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കും. അങ്ങനെയാണ്. അപ്പോൾ ജോയ്ക്ക് അതുകൊണ്ട് ഭയങ്കര നിരാശയാണ് കുറേ ദിവസമായിട്ട്. ജോയ്ക്ക് ഇച്ചിരി എന്താ പറയുക, നാടൻ ഭാഷ പറഞ്ഞാൽ കുശിയായിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് കുറേ നേരം കിടന്നുറങ്ങണം, കുറച്ച് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം. ഒത്തിരി ഇങ്ങനെ ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ടുള്ള ജോലിയും വേണ്ട, ഭയങ്കര വയലൻ്റ് ആയിട്ട് ജോലി ചെയ്ത് പൈസയും വേണ്ട. അങ്ങനെയൊക്കെ ക്വയറ്റായിട്ടിരുന്ന് സമാധാനത്തോടെ ജീവിക്കണം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ജോ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രിഡ്ജ് മൊത്തത്തിൽ എംറ്റി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇന്ന് ഷോപ്പിങ്ങിന് പോയേ പറ്റി. ഒന്നുമില്ല. അരി ഞാനിങ്ങനെ പുറമേ ഇവിടുന്ന് മേടിപ്പിച്ചു. ഇനി എല്ലാം മേടിക്കാൻ നമ്മൾ പോകും. ആ കൂടെ നമുക്ക് സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. വെച്ച് അവൻ്റെ എക്സാം കഴിഞ്ഞതിൻ്റെ റിലാക്സേഷനാണ് പുള്ളിക്ക്. അപ്പം പിന്നെ സിനിമ ബുക്ക് ചെയ്ത് ഇനി ഫുഡും കൂടി ഇന്ന് പുറമേ കഴിക്കാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നൊരു ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കുള്ളൂ. ചോറ് ഇന്നലെ വെച്ച് വെച്ചിട്ടുണ്ട് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ബാക്കിയെല്ലാം കൊടുക്കാൻ. എൻ്റെ പട്ടിക്കുഞ്ഞുങ്ങളുടെ വിഷയമൊക്കെ ഞാൻ അടുത്ത ദിവസം പറയട്ടോ. നമ്മുടെ ഡിയോണ കുട്ടി, മറ്റേ കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഡിയോണയ്ക്ക് ഭയങ്കര നിരാശ, വിഷമം, കുശുമ്പ്, കുഞ്ഞായ്മ എല്ലാം കൂടി ഭയങ്കര വിഷമം. ഇതിനെ നമ്മളെടുത്ത് കുറച്ച് കൂടുതൽ കൊഞ്ചിക്കുമല്ലോ. അത് കുഞ്ഞല്ലേ, തീരെ കുഞ്ഞല്ലേ. അപ്പോൾ പൊടി കുഞ്ഞായതുകൊണ്ട് അതിനെ ഭയങ്കരമായിട്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ കെയർ ചെയ്യും. ഒന്നാമത് അവൾ 12,000 രൂപ കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് അതിനെന്തെങ്കിലും പറ്റിപ്പോയാൽ പൈസ നഷ്ടം. പ്ലസ് അതിനോട് ഒരു നേരം അതിനെ കണ്ടപ്പോൾ മുതൽ അതിനോട് നമുക്ക് ഭയങ്കര അമർത്തേ. ഡിയോണയോടും അങ്ങനെ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡിയോണേൻ്റെയും ഇതിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ആരും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പേജ് എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് തിരിച്ചു വ്യത്യാസം കാണിക്കുന്നത്, നാടൻ പട്ടിയെന്ന് നിങ്ങൾ പറഞ്ഞു, അതിനെ കെട്ടിയിട്ടേക്കുന്ന കണ്ടില്ല. പിന്നെ അതിനെ കെട്ടിയിടാതെ എന്ത് ചെയ്യും? അത് കുറച്ച് വലുതായി. പിന്നെ കെട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ എല്ലാം നശിപ്പിക്കും നടന്നിട്ട് അത് ഓടിപ്പോകും. ഒരു ദിവസം ഞാൻ അഴിച്ചിട്ടിട്ട് അയൽവക്കത്ത് വീട്ടിൽ പോയി. ഗേറ്റ് തള്ളി തുറന്നിട്ട് പോയി. അശ്വിന് എപ്പോഴും താഴെ ചാടി പോകാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഓടാമ്പൽ മാറ്റിയിട്ടേക്ക് വരുന്നു. ചാടി ഓടി താഴെ പോയി. എന്നിട്ട് അവിടെ പിള്ളേരൊക്കെ ഉണ്ട്, അതിനെയൊക്കെ പിടിച്ച് കളിച്ചിട്ടുണ്ടെങ്കിലോ. അത് കഴിഞ്ഞിട്ട് പ്ലസ് അവിടെ നശിപ്പിച്ച് അവർ ഓടി വന്ന് പറഞ്ഞ് കൊച്ചു പോയി പിടിച്ചോണ്ട് വന്ന് അങ്ങനെയൊക്കെയാണ്. അതിനങ്ങനെ അഴിച്ചിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിന് കുഞ്ഞി ചങ്ങലയിൽ അതിനിട്ടേക്കുന്നത്. അതിന് പൊന്നു പോലെ ഞാൻ നോക്കുന്നത്. പിന്നെ നാടൻ പട്ടിക്ക് നാടൻ പട്ടി എന്നല്ലാതെ അതിന് ധർമ്മശിപ്പെന്ന് പറയാൻ പറ്റുമോ? ഓരോ പട്ടികൾക്ക് ഓരോ പേരുണ്ട്. അതൊക്കെ വെറുതെ അന്യായമായിട്ട് ഇങ്ങനെ ചുമ്മാ ഓരോന്ന് എഴുതിയിടല്ലേ മനുഷ്യരെ. അതുകൊണ്ട് ഒരു കാര്യമില്ല. എന്നെ ഒന്നും അങ്ങനെ ഒന്നും ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. ഒന്നാമത് ഞാൻ ഈ ലോകത്തിൽ കുറേ അനുഭവിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
എന്നെ ഇങ്ങനെ ചുമ്മാ കുത്തുവാക്ക് ഇങ്ങനെ പിന്നും കൊണ്ടൊന്നും കുത്തിയിട്ട് ഒരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം എനിക്കൊന്നും ഏക്കത്തില്ല. ഒരു പേജ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ അപ്പം തന്നെ വായിച്ചിട്ട് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അതിന് നാട്ടുകാരെ കാണിക്കുന്ന ആവശ്യമില്ല. പൊന്നായിട്ട് ഞാൻ അതിന് നോക്കുന്നുണ്ടാണ്, നാടൻ പട്ടിയായിട്ട് പോലും അതിനെ എല്ലാവരും കളഞ്ഞു. നിങ്ങൾക്ക് വട്ടാണോ ഇതിന് ഇവിടെ വളർത്താൻ? കൊണ്ടുകള നിങ്ങൾ എന്തായാലും വേറെ ചർമ്മശപ്പെടും കുഞ്ഞിന് മേടിച്ചില്ലേ, ഇനിയിപ്പം ഇത് പെൺകുട്ടിയല്ലേ, ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാവില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് നാടൻ പട്ടീനെ വളർത്തുന്നതെന്ന് കുറേ പേര് ചോദിച്ചു. പക്ഷേ നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് ആ പട്ടിക്കുഞ്ഞിനോട് നമുക്കൊരു സ്നേഹമായി. പിന്നെ അതിന് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല, അച്ഛനൊന്നും പറ്റത്തില്ല. അങ്ങനെയാണ്. അപ്പോൾ ജോ ഒത്തിരി അറ്റാച്ച്ഡ് അല്ലാത്തതുകൊണ്ട് ജോ വേണമെങ്കിൽ പറയായിരിക്കും എന്നാൽ അതിനെ കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുക്കാനട്ടോ, കളയാനല്ല. താഴത്ത് വീട്ടുകാരെന്ന് നമ്മളോട് ചോദിച്ചു ആ പട്ടിനെ തന്നെ, കാരണം അത് നന്നായിട്ട് കുരയ്ക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയൊക്കെ കുരങ്ങൊക്കെ വന്ന് അതിനെ പറപ്പിക്കും. അങ്ങനെ ഒത്തിരി നല്ല പട്ടിയാണ്, നല്ല ബാസുള്ളവരെ. അവരെ പോലും നമ്മളോട് ചോദിച്ചത് ഞങ്ങൾക്ക് തന്നേക്കുന്നത്. പക്ഷേ നമുക്കതിന് കൊടുക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വളർത്തുന്നത്. അതിന് 2 മുട്ടയൊക്കെയാണ് ഞാൻ ദിവസം കൊടുക്കുന്നത്. അതിനെല്ലാം കൊടുത്ത് മുള്ളൊന്നും വായി പോകാതെ ഞാൻ യൂട്യൂബ് വീഡിയോ നോക്കിയിട്ടും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേരെ എനിക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ മുള്ളു കൊടുക്കരുതെന്ന്. അപ്പം മീനും ഇറച്ചിയൊക്കെ വേവിച്ചിട്ട് അതിൻ്റെ മുള്ളും കൂടി ചിക്കി കുഞ്ഞു പിള്ളേർ നോക്കുമ്പോൾ ഞാൻ നമ്മുടെ ഡിയോണക്കുട്ടീനെ നോക്കുന്നത്. നാടൻ പട്ടിയാന്ന് പറഞ്ഞാൽ അതിനോട് ഒരു വ്യത്യാസം ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ. അപ്പൊ പക്ഷെ മറ്റേ കുഞ്ഞിനെ നമ്മൾ കുറച്ച് കൂടുതൽ കെയർ ചെയ്യും. കാരണം അതിനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പൈസയും പോകും, പ്ലസ് അതിനോട് ഭയങ്കര സ്നേഹമായി ഒരു രാത്രി കൊണ്ട് തന്നെ. അപ്പൊ അതിനെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. മറ്റവള് ഇച്ചിരി വലുതായല്ലോ, അവള് സ്റ്റേബിളായി. പക്ഷെ അവൾക്ക് ഭയങ്കര വിഷമം. എന്നിട്ട് 3 ദിവസമായിട്ട് അവൾ തന്നോട് ഇതിന് എനിക്ക് ടെൻഷനായിട്ട്, അശ്വമ്പച്ചനാണ് എക്സാമും കഴിയുന്നില്ല, ഇതിനെ ഒന്ന് കൊണ്ടുപോകണം. അപ്പൊ ഇന്ന് നോക്കുമ്പോൾ ശനി ഞായറായി, അവനും കൊണ്ടുപോകാനും മൃഗാശുപത്രി തുറക്കത്തില്ല. അപ്പം പിന്നെ നോക്കുമ്പോൾ 3 ദിവസമായിട്ട് അവള് വെള്ളം കുടിക്കുന്നില്ല, കഞ്ഞി കുടിക്കുന്നില്ല, ഒന്നും കുടിക്കുന്നില്ല. ഞാൻ കൊടുക്കുന്നു അല്ലെങ്കിൽ പയറ് പോലെ ഞാൻ കൊടുക്കുന്ന ചോറ് കഴിച്ചുകൊണ്ടിരുന്ന സാധനം സെയിം സാധനം കൊടുത്തിട്ട് മുട്ടയിട്ട് നോക്കി, ഇറച്ചി ഇട്ട് നോക്കി, മീൻ ഉണ്ടായ ബാക്കി എല്ലാം ഇട്ട് കൊടുത്ത് നോക്കി, ഒന്നും കഴിക്കുന്നില്ല. എനിക്ക് പേടിയായിട്ടോ, ഇതിന് എന്ത് പറ്റി, വയറിന് എന്തെങ്കിലും കുഴപ്പമായോ എന്താ ഒന്നും മനസ്സിലാകുന്നില്ല. നോക്കുമ്പോൾ എന്താ എപ്പോഴും അതെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നോട്. അങ്ങനെ ഒരു ഓരിയിട്ടിട്ട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ നേരെ നോക്കി കുഴയ്ക്കുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് മനസ്സിലാകുന്നില്ല. നോക്കുമ്പോൾ എന്താ മറ്റേ കുഞ്ഞിന് പാൽ അതിന് ഒന്നും കഴിക്കാനായിട്ടില്ലല്ലോ, അതിനാകെ 36 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതിന് അരച്ചു കൊടുക്കും. എനിക്ക് അങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ തന്നേക്കണം നമ്മുടെ പത്രോസിയായിട്ട്. കഞ്ഞി പാലും കൂടി അരയ്ക്കും. അത് തലേദിവസം ചോറ് വളിക്കാത്ത ചോറ് എടുത്തിട്ട് പിന്നെ പാലും കൂടി ഇട്ടിട്ട്, പാൽപ്പൊടി അല്ലെങ്കിൽ പാലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ട് അതിന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാ, അത് കപ്പ് ഉപ്പത്ത് കുടിച്ചോളും. അങ്ങോട്ട് നോക്കും, ഇത് എന്നോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ എനിക്ക് മനസ്സിലായി അവൾക്ക് സെയിം ഫുഡ് കൊടുക്കാത്തതിന്റെ ദേഷ്യമാണ്. അവളെ കെയർ ചെയ്യുമ്പോൾ എന്നെ കെയർ ചെയ്യണം എന്നാണ് ഇവള് പറയുന്നത്. പിന്നെ മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇന്നലെ കൊണ്ടുപോയിട്ട് മിക്സിയിൽ 3 ദിവസമായില്ലേ ചത്തു പോകത്തില്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകുന്ന ഫുഡെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ അത് എടുത്ത് കളയുക, കഴുകുക, അടുത്ത ഫുഡ് ഇടുക, കളയുക, ഇത് തന്നെ എൻ്റെ പണി. എന്നിട്ട് ഞാൻ ഇന്നലെ കൊണ്ടുപോയിട്ട് മിക്സിയിൽ വലിയ ജാറിൽ മൊത്തം അങ്ങിട്ട് അരച്ചു. പാലും സെയിം നമ്മുടെ പീക്കി കുഞ്ഞിന് കൊടുക്കുന്ന പോലെ തന്നെ അരച്ചിട്ട് കൊടുത്തു. ദൈവമേ, 2 പേർക്കും സെയിം പാത്രം എടുത്ത് വെച്ചിട്ട് വലിയ പാത്രത്തിൻ്റെ നിനക്ക് സെയിം ഒഴിക്കുന്നത്, അത് ഇങ്ങനെ ഞാൻ കൊച്ചിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് 2 പേർക്ക് ഒഴിച്ചു. മറ്റേ സാധനത്തിനെയും കൂടി കൂട്ടിയെടുത്ത് അടുത്ത് ഇരുത്തി ഇത് കപ്പെന്ന് പറഞ്ഞ് കുടിക്കുക ഡിയോണെ. അപ്പൊ നോക്കിയേ, മൃഗങ്ങൾക്കും ഉണ്ട് കേട്ടോ കുശുമ്പും പോരുകുത്തും കുന്നായ്മയും വിഷമോ സങ്കടവും എല്ലാം ഇവർക്കും ഉണ്ട്. എല്ലാ ഫീലിങ്സും അവർക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലായി. എന്നിട്ട് അത് മൊത്തം കുടിച്ചു. അങ്ങനെയാണ് സ്ഥിതി. അപ്പം ഇന്നും അതുപോലെ തന്നെ എനിക്കിപ്പോൾ മിക്സിയിൽ അടിച്ചിട്ട് പിന്നെ കുഞ്ഞുമാവയ്ക്കും വലിയ കുഞ്ഞുമാവയ്ക്കും ഒക്കെ അങ്ങനെ തന്നെ കൊടുക്കണം. അപ്പം അതൊക്കെ ആദ്യം കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്താ ചപ്പാത്തിക്ക് മാവ് കഴിക്കാൻ ഇട്ടിട്ട് ഞാൻ എൻ്റെ പട്ടിക്കുഞ്ഞുങ്ങളെ കെയർ ചെയ്തിട്ട് വന്നിട്ട് ബാക്കി പശുക്കുഞ്ഞുങ്ങൾക്ക് എല്ലാം തീറ്റയും കൊടുത്ത് കോഴിക്കും തീറ്റ കൊടുത്തിട്ട് വന്നിട്ട് ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് ഇവിടുത്തെ വലിയ 2 കുഞ്ഞാവുകളുണ്ടല്ലോ, അത് രണ്ടും ഒരു 10 മണി വരെ കിടന്നുറങ്ങും. അപ്പൊ ആ സമയം കൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുന്നു. അതാണ് ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് ഞായറാഴ്ച എണീക്കുന്നത്. ഞായറാഴ്ച അലാം വെക്കൂല. അപ്പം ഇനി എല്ലാം കൊടുത്തിട്ട് വന്നിട്ട് വേഗം ചപ്പാത്തി ഉണ്ടാക്കണം. എന്നിട്ട് ഇന്നലത്തെ കറി കൂടി കഴിക്കണം. അത് ചപ്പാത്തി കഴിക്കുമ്പോൾ ഉച്ച വരെ അങ്ങനെ ഇരുന്നോളും. പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും തട്ടിമുട്ടി എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റും അത് ഇതൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്ത് കഴിക്കണം. എന്നിട്ട് നേരെ നമ്മൾ ഉച്ച കഴിയുമ്പോൾ ഷോപ്പിങ്ങിന് പോയാൽ പിന്നെ കുശാല. അന്ന് ഒരുമാതിരി ചീറ്റിംഗ് ഡേ തന്നെയാണ്. അവിടെ അതിൻ്റെ പുറത്ത് ഫോണുണ്ട്, അത് തിന്നും, പിന്നെ എല്ലാം മേടിച്ച് തിന്നും. അങ്ങനെയാണ്. പിന്നെ നെസ്റ്റോയിൽ പോയിട്ട് എല്ലാം മേടിക്കും. ഒരുമാതിരി പട്ടിണി കിടന്ന പട്ടിണിപ്പാവങ്ങളെ പോലെയാണ് നമ്മൾ നെസ്റ്റോയും ജാംജുമിലൊക്കെ പോയാൽ ബിഹേവ് ചെയ്യുന്നത്. എല്ലാം കണക്കാട്ടോ, ഞാനും കണക്കാ, ജോയും കണക്കാ, ഐശ്വര്യച്ചും കണക്കാ. എന്ത് വേസ്റ്റ് കിട്ടിയാൽ ഒരു ദിവസം കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ അങ്ങനെ വേസ്റ്റ് നല്ലാറുണ്ട്. എന്നാലും ഉള്ളതിൽ നല്ല സാധനങ്ങൾ നോക്കി നമ്മൾ മേടിക്കും.
കൊതിമാറി എല്ലാം തിന്നും. അങ്ങനെയൊക്കെ സ്വീറ്റ്സ് ഒക്കെ മേടിക്കും, ചോക്ലേറ്റ് ഒക്കെ മേടിക്കും, അതൊക്കെ കുറെ കൊണ്ടുവരും, കുറച്ചൊക്കെ തിന്നും. അങ്ങനെയൊക്കെയാണ് വണ്ടിയിൽ നിന്നും തിന്നും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഞങ്ങൾ പുറമെ പോയാലും വീട്ടിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ 3 പേരും അങ്ങനെ തന്നെയാണ്. 3 പേർക്ക് ഏകദേശം ഒരേ നേച്ചറാണ്. ഇങ്ങനെ കുറച്ച് ഫുഡ് സാധനങ്ങൾക്കൊന്നും പൈസ ചിലവാക്കുന്നതിൽ വിഷമുള്ള കൂട്ടത്തിലല്ല. അങ്ങനെയാണ്. അശുകൊച്ചിന് സെൽഫായിട്ട് ഭയങ്കര പിശുക്കാണ് കേട്ടോ. അവൻ്റെ പിശുക്കിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മളായിട്ട് മുടക്കി കൊടുക്കുമ്പോൾ അവന് വലിയ പ്രശ്നമില്ല, എല്ലാം കഴിക്കും, എല്ലാം ആവശ്യം, എല്ലാം ഓക്കെ. അവനായിട്ട് ഇപ്പം നമ്മൾ എൻ്റെ കയ്യിൽ നിന്നൊരു ഇപ്പം ഞാനൊരു 100 രൂപ അവന് കൊടുത്തു, ഓക്കേടാ നീ എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും മേടിച്ചോന്ന് പറഞ്ഞാൽ ഇവിടെ വരെ എത്തുന്നവരെ അത് എൻ്റെ പൈസയാണ്. അമ്മ 100 രൂപ വേണോ? വേണ്ടാമ്മ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ അമ്മ തന്ന പൈസ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെ തന്ന പൈസ ഉണ്ട്, 10 രൂപയുണ്ട്, 5 രൂപയുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ വേണ്ട നീ 100 രൂപ വെച്ച് എന്തെങ്കിലും എടുത്തു എന്ന് പറഞ്ഞ് 100 രൂപ അങ്ങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം മുമ്പ് വരെയുള്ളതാണ്. ഇപ്പം അവന് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് അവൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അവന് പൈസ ഉണ്ട്, പിന്നെ നമ്മളവന് വേണ്ടി സേവ് ചെയ്ത പൈസേൻ്റെ പലിശ ഉണ്ട്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവൻ സെൽഫ് സഫിഷ്യൻ്റ് ആട്ടോ. ഇപ്പം എനിക്ക് അവനങ്ങനെ ദാനം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിന് മുമ്പേ ഉള്ള കാര്യമാണ്. അവനൊരു 8ലും 9ലും ഒക്കെ പഠിക്കുന്ന ഒരു സമയം വരെ. അപ്പോൾ ഒരു 100 രൂപ ഇവിടെ വരെ എത്തുന്നവരെ എൻ്റെ പൈസയാണ്. അപ്പോൾ അമ്മ പറയും വേണ്ട അമ്മ വേണ്ട, അമ്മേൻ്റെ ഒരു പൈസ കുറവല്ലേ, അമ്മ വെച്ചോ, അങ്ങനെയൊക്കെ പറയട്ടോ. ഇല്ലാതെ നീ എടുത്തോന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്ത് ആ 100 രൂപയിൽ അവൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവൻ്റെ പൈസ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എന്തിനെങ്കിലും എനിക്ക് പൈസയ്ക്ക് കുറവുണ്ട്, ചില്ലറയ്ക്ക് കുറവുണ്ട്, കൊച്ചെനിക്ക് 100 രൂപ തരാമോ, അമ്മ അത് മേടിക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്താ പിന്നെ അത് എങ്ങനെയാ അമ്മേ, അത് പിന്നെ അത് എനിക്കൊരു കാര്യത്തിലായിരുന്നു, അമ്മ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ പറയും. അപ്പൊ തൊട്ട് മുമ്പ് വരെ എൻ്റെ പൈസ ആയിരുന്നപ്പോൾ അവന് പൈസ വേണ്ട, അന്യൻ്റെ പൈസ വേണ്ട. പക്ഷെ സ്വന്തം കയ്യിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് എന്താ അവൻ്റെ പൈസയായി, പിന്നെ അതിന് പിശുക്കാണ്. അത് സൂക്ഷിച്ച് വെക്കണം. അതാണ് അവൻ്റെ സ്വഭാവം. അതിൽ നിന്ന് അരിച്ച് എന്തിനെങ്കിലും എടുക്കുള്ളൂ, ഒരു നിവർത്തിയില്ലെങ്കിൽ. അങ്ങനെയാണ് അവൻ്റെ കാര്യം പറയാൻ. ഭയങ്കര ചിരിക്കാൻ ഒത്തിരി ഉണ്ട്. അവനൊരു 3 പഠിക്കുമ്പോൾ ഞാൻ പ്രാവശ്യം വെക്കേഷൻ വന്നപ്പോൾ ഇവിടെ വന്നപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ കയറി ചെയ്യാന്നുള്ള അപ്പം നമ്മുടെ അടുത്ത് അത്യാവശ്യം പൈസയ്ക്കായല്ലോ, സാലറി ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവനിവിടെ അമ്പലത്തിൽ പോവുക, അമ്പലത്തിൽ പെരുന്നാളെന്ന്, അമ്പലത്തിൽ ഉത്സവത്തിന് പോവാം കേട്ടോ. രാത്രി പോവുക, അവൻ്റെ റിലേറ്റീവ്സിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഞാൻ 500 രൂപ എടുത്തു കൊടുത്തു കേട്ടോ. മോനെ നീ ഇഷ്ടമുള്ള ഉത്സവം, നമുക്കൊക്കെ ആ ഒരു കൊതിയാണ്. നമ്മൾ പണ്ട് പള്ളി പെരുന്നാളിന് പോയിട്ട് ഉത്സവത്തിന് പോയിട്ട് നമുക്ക് ഒത്തിരി കൊതിയുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റാതെ വിഷമിച്ച് പോകുന്ന ഒത്തിരി ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. സങ്കടമായിട്ടൊന്നും ഇല്ലെങ്കിൽ ഓർമ്മകളുണ്ട്. അങ്ങനെ അപ്പം ഞാൻ 500 രൂപ എടുത്ത് കൊടുത്തോട്ടോ. എന്നിട്ട് പറഞ്ഞു മോനെ നിനക്ക് ഇഷ്ടമുള്ള സാധനം മേടിച്ചോ, എല്ലാം മേടിച്ചോടാ കൂട്ടാ, നല്ല എല്ലാം മേടിച്ചിട്ട് വരേന്നൊക്കെ പറഞ്ഞേ. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് തന്നെ കേട്ടോ എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ എനിക്ക് രാത്രി ഉത്സവത്തിന് പേടി കേട്ടോ. ഒത്തിരി ആനകൾ ഇറങ്ങും, ഇറങ്ങുമെന്നല്ല കൊണ്ടുവരും. 10-40 ആനകൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കിട്ടും. അപ്പം ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറി ഇരിക്കും, താഴത്തെ എന്നെ പോലെ ഇരിക്കില്ല എനിക്ക് മേടിച്ചിട്ട്. എല്ലാവർക്കും അറിയാം എൻ്റെ ആനപ്പേടി, ഈ നാട്ടിൽ മുഴുവൻ അറിയാം എനിക്ക് വേണേ, ആശിനൊക്കെ അറിയാം. അപ്പം ഉത്സവത്തിന് ഞാൻ പോകത്തില്ല, എല്ലാം മുകളിൽ നിന്ന് കാണും, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇവൻ പോയിട്ട് വന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞ ഉത്സവമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കടലാസിൽ പിന്നെ ചോളാപ്പരി കൊണ്ടുവന്നേക്കോട്ടെ, അത് പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നേക്കുക. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ മോനെ ഇങ്ങനെ കൊണ്ടുവന്നേ? അമ്മ തിന്നൂല്ല, എനിക്ക് ചോളാപ്പരി ഇഷ്ടമില്ല. പണ്ട് അവനറിയാം, എനിക്കറിയാം ചോളാപ്പരി എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ചോളാപ്പരി ഇഷ്ടമില്ല. അപ്പം അവനതറിയാം, എൻ്റെ എല്ലാം ഇഷ്ടമാണ്. ആ തരത്തറിയാം, ഇപ്പോൾ ഒന്നും അറിയത്തില്ല തോന്നുന്നു കേട്ടോ. ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒക്കെ എനിക്ക് ഏത് കളർ ഇഷ്ടം എല്ലാം അവൻ അറിയാവുന്നു കേട്ടോ. എന്നിട്ട് ചോളാപ്പരി അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ, അവനെപ്പോഴും ഞാൻ മേടിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട് അവനറിയാം. എന്നിട്ട് പിന്നെ ഇത്രയും പൊതിഞ്ഞു കൊണ്ടുവന്നേക്ക് ഒരു പേപ്പറിൽ കേട്ടോ, ന്യൂസ് പേപ്പറിൽ. ഞാൻ ചോദിച്ചു ഇതെന്താണ് അവനെ ഇങ്ങനെ കൊണ്ടുവന്ന്, കൊച്ചിന് 5 രൂപേൻ്റെ പാക്കറ്റായിട്ട് കിട്ടൂലേ എന്ന് ചോദിച്ചു. 10 രൂപേൻ്റെ പാക്കറ്റായിട്ട് കിട്ടൂലേടാ മോനെ, അത് മേടിക്കാൻ വരാറുണ്ടോ? 10 രൂപേൻ്റെ പാക്കറ്റ് മേടിച്ചുകൊണ്ടായിരുന്നോ? ഇതെന്തിനാ ഇങ്ങനെ കൊണ്ടുവന്നേ? അപ്പോൾ അവനോട് പറയണേ അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ, പിന്നെ എനിക്ക് മാത്രം തിന്നാൽ മതിയല്ലോ, എനിക്ക് ഇത്ര മതി. അതുകൊണ്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ 10 രൂപേൻ്റെ പാക്കറ്റ് വേണ്ട, എനിക്കത് പൊട്ടിച്ചിട്ട് പകുതി തരാമെന്ന് ചോദിച്ചത്. ആലോചിച്ച് നോക്കി, എന്തൊരു നാണക്കേടാല്. ആ ചേട്ടൻ എന്ത് വിചാരിച്ചിട്ടോ? പക്ഷെ ആ ചേട്ടൻ എത്ര നല്ല ചേട്ടനാണ് ഞാൻ ആലോചിക്കുക. ആ ചേട്ടൻ എന്ത് നഷ്ടമാണ്. ആ 10 രൂപേൻ്റെ കൂട് എല്ലാവരും ഉത്സവത്തിന് വരുമ്പോൾ 10 രൂപേൻ്റെ പാക്കറ്റ് മേടിക്കുന്ന കൂട് പൊട്ടിച്ചിട്ട് ഈ കൊച്ചിൻ്റെ ആവശ്യത്തിന് ആ ചേട്ടൻ അത് പൊട്ടിച്ചിട്ട് 5 രൂപയ്ക്ക് കുറച്ച് പൊതിഞ്ഞ് കൊടുത്തു വിട്ടും. ബാക്കി 5 രൂപ ആ ചേട്ടൻ തിന്ന് കാണും, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തി എന്താ പിന്നെ യൂസ് ഇല്ലല്ലോ, അതിനെ ആർക്ക് കൊടുക്കും? അങ്ങനെ അപ്പോൾ ആലോചിച്ച് ആ കൊച്ച് അത്രയും പിശുക്കനായതുകൊണ്ട് ആ 10 രൂപ 500 രൂപ ഞാൻ കൊടുത്തേന്ന് പറഞ്ഞണം. ബാക്കി 490 രൂപയും കൊണ്ടുവന്നേക്ക് തിരിച്ച് ഞാൻ നോക്കുമ്പോൾ 10 രൂപ ഞാൻ ചോളാപ്പരി ഞാൻ ആകെ പൊരി മാത്രമേ മേടിച്ചോളൂ, ബാക്കി എല്ലാവരും അവൻ്റെ റിലേറ്റീവ്സ് മേടിച്ചു കൊടുത്തു. അപ്പോൾ ഇവനായിട്ടൊന്നും മുടക്കണ്ട. അപ്പം ഈ എൻ്റെ ആകെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനെന്ന്. അപ്പോൾ അവൻ കൊണ്ടുപോകുന്നോ എനിക്ക്, കാരണം ഞാൻ തിന്നൂല. അപ്പോൾ പേരിന് കൊണ്ടുപോകുന്നൊന്നുമായി, എന്നാൽ ഞാൻ തിന്നത്തുമില്ല, ബാക്കി അവന് തിന്നുകയും ചെയ്യാം. പക്ഷെ അവനത് മൊത്തം വേണ്ടതല്ല, അത്രയും പിശുക്കാണ് അവൻ സ്വന്തമായിട്ട്. എന്നിട്ട് 5 രൂപ കൊണ്ടുവന്നു. ഞാൻ ചിരിക്കണ കാര്യങ്ങളെന്നൊക്കെ ഓർത്തിട്ട് ബാക്കി പൈസയും കൊണ്ടുവന്നു. ബാക്കി പൈസ അവൻ്റെ ആണല്ലോ, അവൻ ഞാൻ കൊടുത്താണല്ലോ, അപ്പം അവൻ്റെ ആണല്ലോ, അവനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി അവനാ 490 രൂപയും കൊണ്ടുവന്നു. ഈ 10 രൂപേൻ്റെ ചോളാപ്പരി പൊട്ടിച്ചിട്ട് 5 രൂപയ്ക്ക് പേപ്പറിലും കൊണ്ടുവന്നു.
എന്തെല്ലാം കൊണ്ടുവന്നല്ലേ ഞാൻ ഓർഡർ എടുത്ത് തിന്നു. എനിക്കത് ഇഷ്ടമില്ലാത്തതാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ പിശുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്തിട്ട് കേട്ടോ.